കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ചാപ്പലിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന വാങ്ങിപ്പ് പെരുന്നാളോടനുബന്ധിച്ചുള്ള ശൂന്യമായ പ്രാർത്ഥനാ സംഗമത്തിലാണ് നാം വിവരം കടന്നു വന്നിരിക്കുന്നത്. അധികം ആമുഖങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. കർത്തവ്യത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുവാൻ ഈ സമയം ഉപയോഗിക്കുകയാണ്. നമ്മുടെ ചാപ്പലിന്റെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഏവരുടെയും നാമത്തിൽ സന്തോഷപൂർവ്വം ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ വചന ശുശ്രൂഷ നിർവഹിക്കാൻ തക്കവണ്ണം എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഇടവകയുടെ മുൻ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോൺ ജോസഫ് ചാരാശ്ശേരി അച്ഛനെ വളരെ ആദരപൂർവ്വം ഈ ഭവനത്തിലേക്ക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന ഏവരെയും വളരെ സന്തോഷപൂർവ്വം ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പ്രത്യേകിച്ച് ഈ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ബഹുമാനപ്പെട്ട അച്ഛന് വചന പ്രഘോഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്നു. 88 മുതൽ വൈദിക സെമിനാരി പരിശീലനത്തിന് മുമ്പ് വരുമ്പോൾ ഈ പ്രത്യേകിച്ച് എനിക്ക് പത്താമൂട്ട ചാപ്പലിനെ പറ്റി നല്ല ഒരു സാക്ഷ്യം എനിക്കുണ്ടെന്നുള്ള അന്നത്തെ ആ പരിമിതികളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കണം. വളരെ ഈ മറിയാമിൻ സ്മരണം വരദായകമാകുക എന്ന് പറയുന്നത് അനുഗ്രഹത്തിൻ്റെ വലിയൊരു മുഖാന്തരമാകുമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈ ദേശത്ത് നമ്മൾ ഓർക്കണം. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ വാഗ്ദാനം വലിയ പള്ളി 2 സ്വതന്ത്ര ചാപ്പലുകൾ മാതാവിൻ്റെ മധ്യസ്ഥതയാലുണ്ട്. ഒന്ന് വെള്ളുതുരുത്തി സെൻറ് മേരീസ് ചാപ്പലും ഒന്ന് ഈ പത്താമുട്ടം സെൻറ് മേരീസ് ചാപ്പലും. ഇതുകൂടാതെ 2 പള്ളികൾ വേറെയും കൂടി ഉണ്ടെന്നുള്ള വള്ളിക്കാട്ട് ദേറ മാതാവിൻ്റെ നാമത്തിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. അതിനപ്പുറത്തെ എർശിലെ പള്ളി തമ്പുരാനെ പറ്റ അമ്മയുടെ നാമത്തിൽ. പരിശുദ്ധയായിരിക്കുന്ന അമ്മ നമ്മുടെ ആരാധനാ വർഷത്തിൽ നമ്മൾ ഓർക്കണം. ഏറ്റവും ആത്മാർത്ഥമായി ഒരുക്കത്തോടും വിശുദ്ധിയോടും ഭക്തിയോടും സമർപ്പണത്തോടും കൂടി വിശുദ്ധ കുർബാനയുടെ വലിയ അനുഭവ തലങ്ങളിലേക്ക് ജനം സ്വയം ഒരുങ്ങി വരുന്നത് എപ്പോഴാണെന്നറിയാം? ഞങ്ങൾ തന്നെയാണ് പറയണം. വേദശാസ്ത്രജ്ഞന്മാരും വേദശാസ്ത്ര വിശാരദന്മാരും പണ്ഡിതന്മാരും പൂർവ്വക്കൾക്കും ഒക്കെ ഉള്ളൊരു കാലഘട്ടം. ഒരു സമൃദ്ധിയുടെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ആഹ്ലാദ തിമിർപ്പിൻ്റെ ഒരു കാലഘട്ടം. എന്തോ ചില കാര്യങ്ങളൊക്കെ നേടിയെടുത്തു എന്നുള്ള ഒരു വലിയ വലിമയുടെ ഒരു ഭാവത്തിൽ തമ്പുരാനെ പറ്റ അമ്മയെ നമ്മൾ ഓർക്കുക. അനുസ്മരണം എന്ന് പറഞ്ഞാൽ ഓർക്കുക. അനുസ്മരണം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഓർക്കുക. തമ്പുരാനെ പറ്റി അമ്മയെ പറ്റി ഓർത്ത് കഴിയുമ്പോൾ, മാതാവിനെ പറ്റി ഓർത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന വിശ്വാസ തലത്തിലെ അനുഭവം. എൻ്റെ വൈദിക വൃത്തിയിലെ 18 വർഷക്കാലം, അച്ഛൻ എനിക്ക് തോന്നുന്നു 35 വർഷമെങ്കിലും ആയിട്ടുണ്ട് അല്ലേ, 42 വർഷം ഈ വിശ്വാസ വീക്ഷണത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ ആരാധനയും പ്രാർത്ഥന നോമ്പ് ഉപവാസം വിശുദ്ധ കുർബാനയുടെ അനുഭവ തലങ്ങളിലേക്ക് ജനം ആത്മാർത്ഥമായിട്ട് വീട്ടുതമ്മിലൊക്കെ സന്ദർഭങ്ങളില്ല ജനം ആത്മാർത്ഥമായിട്ട് ഒരുങ്ങി ഈ ദേഹവിശുദ്ധി ശാരീരിക മാനസിക സാമൂഹിക ആത്മീക വിശുദ്ധിയോടുകൂടി കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ അനുഭവിക്കുവാൻ വേണ്ടി അത് പോസിറ്റീവ് എനർജി. മാതാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ മറിയാമെന്ന് പറയുന്ന വാക്കെന്ന് മിററിലെ തുടങ്ങുന്നത്. മിറർ എന്ന് പറഞ്ഞാൽ കണ്ണാടിയല്ല, മിററിൽ തുടങ്ങുന്നത്. അത് മാറാനടുത്തതായിട്ടുള്ള അനുഭവങ്ങൾ, കർത്താവിനടുത്തതായിരിക്കുന്ന അനുഭവങ്ങളുണ്ട്. മൂറുന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ മൂറും ഒക്കെ കർത്താവിനോട് കൊടുക്കുന്നു. അപ്പോൾ ആ വാക്കിനെ പറ്റിയൊക്കെ സാവകാശം നിങ്ങളൊന്ന് പഠിക്കുക. വലിയൊരു അനുഭവതലം, ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വലിയൊരു വിശുദ്ധിയുടെ, മനുഷ്യകുലത്തിൽ നിന്ന് ജനിച്ച ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത കൃപയുടെ വലിയൊരു അനുഭവതലം. ഈ കൃപാകാലങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കണം. 3 കാലം നമ്മുടെയൊക്കെ സൈനിക ജീവിതത്തിൽ എത്ര കാലത്തെ പറ്റി നമ്മൾ പറയും? സാധാരണ ഭാവി കാലം, ഭൂതകാലം, വർത്തമാനകാലം 3. പിന്നെ എക്സ്ട്രാ 2 കാലമുണ്ട് നമ്മൾ പറ്റി. എപ്പോഴാണെന്ന് പറയും? എൻ്റെ കഷ്ടകാലത്തിന്, അച്ഛന്മാർ എൻ്റെ കഷ്ടകാലത്തിനായി ഇടവഹിച്ചത് ഞാൻ പോയെന്ന് പറയും. പിന്നെ പറയും നല്ല കാലം, ഇന്ന പള്ളിക്കാർക്ക് ഇപ്പം നല്ല കാലം, മറ്റുള്ളവർക്ക് കഷ്ടകാലം. 5 കാലങ്ങളാണ്. നമ്മൾ ത്രികാല വ്യവസ്ഥയിൽ 2 നമ്മുടെ ജീവിതാനുഭവങ്ങളിലെ കാലങ്ങളിലേക്ക് പോയി. അപ്പോൾ ഈ നമ്മുടെ ഈ വിശ്വാസ തലങ്ങളൊന്ന് പരിശോധിക്കും. 3 കാലങ്ങളുണ്ട്. ഒന്നാമത്തെ കാലം ന്യായപ്രമാണത്തിൻ്റെ കാലം, പീരിയഡ് ഓഫ് ലോസ് എന്ന് പറയും. ന്യായപ്രമാണത്തിൻ്റെ കാലം. ഈ ന്യായപ്രമാണ കാലം തുടങ്ങുന്നത് എവിടെ തൊട്ടാണെന്ന് നമുക്കറിയാം. എവിടെ തൊട്ടാണ് തുടങ്ങുന്നത്? മോശയോട് ചെറി ദൈവജനം. ന്യായപ്രമാണം ഉണ്ടാകാനൊരു കാലമുണ്ട്, എല്ലാത്തിനും ഒരു കാലം ഉണ്ടെന്നുള്ളൂ. നടാനും നട്ടത് തിന്നാനും പറിക്കാനും അടിക്കാനും വഴക്കുണ്ടാക്കാനും വഴക്ക് ശമിപ്പിക്കാനും ഒക്കെ ഒരു കാലമുണ്ടെന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിന്റെ ശുശ്രൂഷയിൽ കൂടെ, വൈദിക വൃത്തി എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിന്റെ ശുശ്രൂഷയിൽ കൂടി കടന്നു പോകുന്ന
കാലാധിപത്യമായിരിക്കുന്ന ദൈവത്തിന്റെ കാലഘട്ടത്തിന്റെ ശുശ്രൂഷയിൽ കൂടി കടന്നു പോകും. അപ്പൊ ചരിത്രങ്ങളൊക്കെ അവിടെ സൃഷ്ടിക്കപ്പെടുന്നതാണ്. താല്പര്യത്തിന് വേണ്ടിയുള്ള ചരിത്രങ്ങളും കാണാം, എഴുതി ചേർക്കുന്ന ചരിത്രങ്ങളും കാണാം, യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ചരിത്രങ്ങളും കാണാം, ശുശ്രൂഷ തലത്തിന്റെ വ്യത്യസ്ത വീക്ഷണങ്ങളിൽ ചരിത്രങ്ങളും കാണാം. പക്ഷേ സനാതനമായിരിക്കുന്ന ചരിത്രത്തിൽ ന്യായപ്രമാണമെന്ന് പറയുന്ന വസ്തുത തുടങ്ങുന്നത് മരുഭൂപ്രയാണ കാലഘട്ടത്തിൽ അല്ലെ. ചെങ്കടലിന്റെ നടുവിൽ കൂടി നിൽക്കുന്ന ജനം ഇങ്ങനെ കടന്നു പോകുമ്പോൾ, പ്രമാണരഹിതമായിരിക്കുന്ന ഒരു വ്യവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ ചില പ്രമാണങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. പ്രമാണം ലംഘിക്കപ്പെടുന്ന ഒരു കാലം ഈ കാലഘട്ടത്തിലും ശ്രദ്ധിക്കുന്നതാണ്. പ്രമാണങ്ങൾ ലംഘിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. പ്രമാണങ്ങൾ ഉണ്ടായിട്ട് പ്രമാണങ്ങളുണ്ട്, പ്രമാണങ്ങൾ പാലിക്കുന്നുണ്ട്, പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രമാണങ്ങളുടേതായിരിക്കുന്ന തലങ്ങളിൽ കൂടി പോകുമ്പോൾ ദൈവ പ്രമാണത്തിനനുസരിച്ച് ജീവിക്കുവാൻ വലിയ പ്രയാസം നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ തന്നെ. പലപ്പോഴും നമ്മൾ തിരുമേനിയും കൂടി ഞാൻ പറഞ്ഞ തിരുമേനി ഒരു പരീക്ഷയിൽ പാസ്സായിരുന്നു. ഈ ലോക ജീവിതകാലത്തിന്റെ വൃത്യതയായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനയിൽ കൂടി, നോമ്പിൽ കൂടി, ഉപവാസത്തിൽ കൂടി 3 തലങ്ങൾ മാത്രം പോരാ. പിന്നെ പ്രാർത്ഥന, നോമ്പ്, ഉപവാസം, ആരാധന 4 തലങ്ങൾ പോരാ, 5ാമത് തലങ്ങളുണ്ട് നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ വീക്ഷണത്തിൽ. 5 തലങ്ങൾ. ഒന്ന് പ്രാർത്ഥിക്കണം, നോമ്പ് നോക്കണം, ഉപവസിക്കണം. ഈ എങ്ങനെ പോകണം? പ്രാർത്ഥിച്ച്, നോമ്പ് നോറ്റ്, ഉപവസിച്ചിട്ട് ആരാധനയിലേക്ക് വരണം. ആരാധന കൊണ്ട് മാത്രം നിൽക്കുന്നില്ല, 5ാമതൊരു തലങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എന്താ? മനോഗുണ പ്രവൃത്തി. മാഗുപ്ര എന്ന് പറയും, മനോഗുണ പ്രവൃത്തി. ബാക്കി 4 എണ്ണം ഉണ്ട്. ഈ 5ാമത്തെ കാര്യങ്ങളില്ലെങ്കിൽ സംഗതി വളരെ പോക്കാണെന്ന് പറയും. അപ്പൊ ഈ തമ്പുരാനെ പറ്റി അമ്മയെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രാർത്ഥനയുണ്ടായിരുന്നു, നോമ്പുണ്ടായിരുന്നു, ഉപവാസം ഉണ്ടായിരുന്നു, ആരാധന ഉണ്ടായിരുന്നു, മനോഗുണ പ്രവൃത്തിയുണ്ട്. ഞാനിപ്പോൾ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നത് കൊല്ലാട് പള്ളിയാണ്. നമ്മുടെ വാതാനം പള്ളിയുടെ ഒപ്പം തന്നെ ദേവാലയം പണിയുവാൻ ആഗ്രഹിച്ചു പോയൊരു പള്ളിയാണ്. ആ കാലഘട്ടത്തിന്റെ ഒത്തൊഴുക്കിലേക്ക് അതിനുള്ള നിയോഗങ്ങൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. നല്ല അനുഗ്രഹമായിട്ട് പോകുന്നു. അപ്പൊ ഞാനോട് ചോദിച്ചു, നമ്മൾ ഈ പള്ളി പണിയുന്നത് എന്തിനു വേണ്ടിയാണ്? പള്ളിയിൽ ഏറ്റവും മർമ്മപ്രധാനമായിരിക്കുന്ന സ്ഥലങ്ങളേതാണ്? നിങ്ങൾക്ക് ഒരു പള്ളി പണിഞ്ഞ് കൂടാശ ചെയ്ത് തമ്പുരാനെ പറ്റി അമ്മയുടെ ചാപ്പൽ 88-ലെ അവസ്ഥയൊന്നും ഈ ദേശത്തിന്റെ അവസ്ഥയൊക്കെ വളരെ പരിമിതങ്ങളായിരിക്കുന്ന ഒരു ചാപ്പൽ. ഈ ചാപ്പൽ സ്ഥാപിച്ചത് മാളിയിലെ റംബാച്ചനായിരുന്നു അല്ലെ. പരിമിതങ്ങളായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലെ പരിമിതങ്ങളായിരിക്കുന്ന സൗകര്യങ്ങൾ. വാതാനപ്പള്ളിയുടെ അടക്കൊക്കെ വരുമ്പോൾ 10-ാം വട്ടക്കാരൊക്കെ എത്രയും ബുദ്ധിമുട്ടും ഇങ്ങനെ കറങ്ങിയൊക്കെ പോകുന്ന ഒരു കാലഘട്ടമാണ്. എന്റെ ശുശ്രൂഷകാലത്ത് എനിക്ക് ഒരു അനുഗ്രഹവും കൂടി കിട്ടി. ഈ 2 പള്ളിയിലെ ജനങ്ങളുടെ ആത്മീയ വീക്ഷണത്തിന് ഭവനങ്ങൾ കയറി ഇറങ്ങി പോകാൻ. ഞാൻ പറയുന്നത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ലെങ്കിൽ അതും കൂടി നിങ്ങൾ ജീവിത സൗകര്യങ്ങളുടെ മെച്ചങ്ങളല്ല, ജീവിത അസൗകര്യങ്ങളുടെ മെച്ചങ്ങളിൽ കൂടി ഈ ശുശ്രൂഷ തലങ്ങളിൽ ഭവനങ്ങളിലൊക്കെയും കടന്നു പോകാൻ സാധിക്കും. അപ്പൊ തമ്പുരാനെ പറ്റിയ അമ്മയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ന്യായപ്രമാണ കാലഘട്ടത്തിൽ പോയ കൽപ്പലകൾ, ആ കൽപ്പലകളൊക്കെ ആദ്യമേ കിട്ടിയിരിക്കുന്ന കൽപ്പലകൾ മോശ ചില പ്രത്യേക സാഹചര്യത്തിൽ എറിഞ്ഞ് ഉടച്ച്, മോശയ്ക്കും ദേഷ്യം വന്നാൽ പിന്നെ എന്നാ ചെയ്യും, പച്ചന്മാർക്ക് ദേഷ്യം വന്നാൽ എന്നാ ചെയ്യണമെന്നുള്ള എറിഞ്ഞുടച്ചതിന് ശേഷം വീണ്ടും ദൈവം തമ്പുരാൻ തന്നെ പറഞ്ഞ് ഈ ദേഷ്യങ്ങളൊക്കെ അടക്കിയിട്ട് ഒരു ന്യായപ്രമാണം കൂടി ഇല്ല. അതാ മണ്ണായിട്ട് ചെപ്പെ, പിന്നെ കൽപ്പലകളെ, പിന്നെ എന്നാ പറയുന്നത് അഹറോന്റെ തളർത്ത വടി എന്നൊക്കെ പറയുന്ന നല്ല നല്ല ഭംഗിയേറിയിരിക്കുന്ന വർണ്ണനകളൊക്കെ കിട്ടും. ഈ മാതാവിന്റെ അനുസ്മരണത്തിലേക്ക്, പ്രത്യേകിച്ച് നമ്മൾ ധ്യാന ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു തലങ്ങളിലേക്ക് ഒരു സങ്കീർത്തന ഭാഗം മാത്രം നമ്മൾ ഓർക്കുക. 114. അത് ചെറിയ ചിന്തകൾ, വലിയ പ്രസംഗങ്ങൾക്കൊന്നും കാര്യമില്ല. നമ്മൾ സ്വല്പനേരം ഇങ്ങനെ ചിന്തിക്കുക, ചിലപ്പേരെ ധ്യാനിക്കുക. തമ്പുരാനെ പറ്റിയ അമ്മ നമ്മുടെ വിശ്വാസ തലത്തിന്റെ, നമ്മുടെ ആരാധനാ തലത്തിന്റെ, നമ്മുടെ പ്രാർത്ഥനാ തലത്തിന്റെ, നോമ്പിന്റെ തലത്തിന്റെ, മനോഗുണ പ്രവൃത്തിയുടെ തലത്തിന്റെ, ശാന്തതയുടെയും സൗമ്യതയുടെയും വിട്ടുവീഴ്ചയുടെയും സഹനത്തിന്റെയും ഒക്കെ വലിയൊരു പ്രതീകം. ഒത്തിരി കാര്യങ്ങളൊക്കെ മാതാവിനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിലും തമ്പുരാനെ പറ്റ അമ്മ ആരെന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപാപരിജ്ഞാനമാണ്. ദൈവത്തിന്റെ വചനങ്ങൾ പറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവിജ്ഞാനം വേണം. പരിശുദ്ധാത്മാവിന്റെ കൃപാവിജ്ഞാനമില്ലാതെ വചനത്തെ ഗ്രഹിക്കുവാനോ വചനത്തെ മനസ്സിലാക്കുവാനോ വചനത്തിനനുസരിച്ച് ജീവിക്കുവാനോ അതിനെ കൃപയെന്ന് പറയും. ന്യായപ്രമാണ കാലങ്ങൾ നമ്മളോട് നീക്കുക. മോശയുടെ കാലം 2ാമത്തെ കാലമാണ് ഈ സങ്കീർത്തനത്തിൽ വരുന്നതിന് കൃപയുടെ കാലം, പീരീഡ് ഓഫ് ഗ്രേസ് എന്ന് പറയും. മറ്റേത് പീരീഡ് ഓഫ് ലോസ് ആയിരുന്നു, പീരീഡ് ഓഫ് ഗ്രേസ് എന്ന് പറയും. കൃപയുടെ കാലം ആര് തൊട്ട് ആരംഭിച്ചേ? നമുക്കൊരു ഗുണമുണ്ട്, ചോദിച്ചാൽ ഉത്തരം പറയും. പിന്നെ എല്ലാവരും കൂടി ചിലരൊക്കെ ഒന്ന് വീട്ടിൽ വന്നിട്ട് ചോദിക്കാൻ തുടങ്ങിയിരുന്നു. ഉത്തരം മുട്ടുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? കൊഞ്ഞനം കാണും, അല്ലെങ്കിൽ സഭ വിട്ട് പോയിരിക്കുന്നു. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണും.
അപ്പൊ ഈ കൃപയുടെ കാലം ആരംഭിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ മാതാവിനെ പറ്റി ഓർക്കുന്നു, തിരികെ എത്തിക്കുന്നു, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു, ഭയങ്കര ബഹളം. നമ്മൾ പറയുന്നു മാതാവിന് എന്തോ ചില പ്രശ്നങ്ങളുണ്ടെന്നാ. അതുകൊണ്ട് നമ്മളല്ല, മാതാവിനല്ല പ്രശ്നങ്ങൾ മുഴുവൻ നമുക്കാണെന്നുള്ള. തമ്പുരാനെ പറ്റി, അമ്മയെ പറ്റി ഓർക്കുമ്പോൾ സ്ത്രീകൾക്കെല്ലാം ഭയങ്കര വിനയവും ഭയങ്കര പരിപാകതയും ഭയങ്കര വാദിപത്യവും എല്ലാ സംഗതികളും കിട്ടുകയാണെന്നുള്ളത്. പുരുഷന്മാർക്ക് ഇതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ അതിനുശേഷമുള്ള ദിവസങ്ങളെ പറ്റി സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒന്നും ചെയ്യുന്നില്ലെന്നുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ഓർക്കണം, കൃപയുടെ കാലം ആര് തൊട്ട് ആരംഭിക്കുന്നു? പീരീഡ് ഓഫ് ഗ്രേസ് എന്ന്. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഏത് കാലത്തിലാണ്? കഷ്ടകാലത്തിലോ നല്ല കാലത്തിലോ ഭാവി കാലത്തിലോ ഭൂതകാലത്തിലോ വർത്തമാന കാലത്തിലോ അല്ലേ? ജീവിതം ഓർന്നപ്പോ കണ്ടില്ലേ, കേരളം മുഴുവൻ ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3-4 മാസമായിട്ട് ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് ഈ മഴ ഇങ്ങോട്ട് വരിക. ഇപ്പോഴത്തെ ഒരു പ്രശ്നം കാണാം. പണ്ട് ഈ മഴയത്തും കർക്കിടകത്തിന്റെ സമയത്തും ശരീരത്തിന് തണുപ്പും മനസ്സിന് ചൂടും ആത്മാവിന് വിശുദ്ധിയും ഉണ്ടായിരുന്നു. ഇപ്പൊ ശരീരത്തിന് ചൂടും മനസ്സിനാണ് പ്രത്യേകിച്ച് മനോഗുണ പ്രവൃത്തിയൊന്നും ഇല്ലാത്തൊരു കാലം. ആത്മാവിന് എല്ലാ സംഗതിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലം. ദേവാലയങ്ങൾ പണിയുകയും കൂതാ ചെയ്യുകയും വലിയ ബഹളങ്ങൾ നടക്കും. ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വ്യവസ്ഥയിൽ കൂടി, ഒരു ആരാധനയിൽ കൂടി, ഒരു പ്രാർത്ഥനയിൽ കൂടി, ഒരു നോമ്പിൽ കൂടി, ഉപവാസത്തിൽ കൂടി പോവുക. ആത്മാവിനെ നഷ്ടപ്പെടുത്തി കളയും. ഒരു മനുഷ്യൻ സകല ലോകവും നേടിയിട്ട് അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ എന്ത് ഗുണം എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്താൽ ഗുണമെന്നുള്ളതല്ല. ആത്മാവിനെ പറ്റിയുള്ള ചിന്ത മറിയമിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആത്മാവിനെ പറ്റി, എന്റെ ആത്മാവിനെ കുറിച്ച്, എന്നെ ശുശ്രൂഷ ഏൽപ്പിച്ച ദേവാലയത്തിന്റെ ആത്മാവിനെ കുറിച്ചു, ദേശത്തിന്റെ ആത്മാവിനെ കുറിച്ചു, എന്റെ സഭയുടെ ആത്മാവിനെ കുറിച്ചു, എന്റെ കുടുംബങ്ങളുടെ ആത്മാവിനെ കുറിച്ചു, എന്റെ കുഞ്ഞുങ്ങളുടെ ആത്മാക്കളെ കുറിച്ച്, ആത്മരക്ഷയ്ക്ക് ഉതകുന്ന പദ്ധതിയെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെയാണ് മറിയാമിനെ പറ്റി നമുക്കൊന്ന് ഓർക്കാം. കൃപയുടെ കാലത്തിൽ കൂടി ഇപ്പൊ ഒരു ഗുണമുണ്ട്. എന്നാ കൊള്ളതാഴി കാണിച്ചാൽ എന്നാ കിട്ടും? കൃപയുടെ കാലമല്ലേ. കൃപയുടെ കാലം എങ്ങനെ തുടങ്ങി? ആരത്തൊട്ട് തുടങ്ങി? ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞു, മറിയം അല്ലെ, നമ്മളിപ്പോ ഇവിടെ നൈസ് ടു സീ യു എന്നാണ് പറയുന്നത്. ഐ ആം ഗബ്രിയേൽ എന്നാണ്. ഒന്ന് വെളിപ്പെടുത്തുക. ആര് വെളിപ്പെടുത്തി? ദൈവത്തിന്റെ വലിയ രഹസ്യം, വചനത്തിന്റെ വലിയ രഹസ്യം, ദൈവത്തിന്റെ രക്ഷാകരമായിരിക്കുന്ന പദ്ധതിയുടെ രഹസ്യം ആര് വെളിപ്പെടുത്തി കൊടുക്കുക? മാലാഖയിൽ കൂടി വെളിപ്പെടുത്തി. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നു, ഈ മീഖായേലിനെ ഇങ്ങോട്ട് വിട്ടില്ല. അതിനകത്ത് അല്ല, ശുശ്രൂഷകാലങ്ങളിൽ അച്ഛന്മാരും വിടുന്ന അങ്ങനെ കേട്ടോ. ചിലപ്പം ഗബ്രിയേലിനെ പോലുള്ളവർ വരും, ചിലപ്പം മീഖായേലിനെ പോലുള്ളവർ വരും. പിന്നെ മാലാഖമാർ വേറെ ആരുണ്ട്, 2 പേരെ അറിയുന്നത്. ഈ മീഖായേലിനെ എന്തുകൊണ്ട് മറിയുടെ അടുത്ത് വിട്ടു? മീഖായേൽ എന്ന് പറഞ്ഞ പുള്ളി ഉടൻ അടി ആക്ഷൻ ആണെന്ന്. പുള്ളിയുടെ വരവും പോക്കും ഒക്കെ കണ്ട മറിയാൻ ബോധം കെട്ട് താഴെ പോകുന്നു. അത്രയ്ക്കും പവർഫുൾ ആയിരിക്കുന്നത്. ഏഞ്ചലോളജിയെ പറ്റിയൊക്കെ പഠിക്കും. ബ്ലിഗ്രാം ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. മറിയമിന്റെ അടുത്തേക്ക് വിട്ടത് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിക്ക് യോജിക്കുന്നതും ഈ ബാലികയെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വെളിപാടുകൾ. പലപ്പോഴും നമുക്ക് ഈ ദൈവത്തിന്റെ വെളിപാടുകൾ മനസ്സിലാകുന്നില്ല. എപ്പോഴത്തെ പ്രശ്നം. വേദപുസ്തകം വായിക്കുകയും പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർക്കൊന്നും, അച്ഛന് 43 വർഷമായി, എനിക്ക് 18 വർഷമായി, കൊച്ചച്ഛൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഈ ഇടവകയിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നു, എത്ര അച്ഛന്മാരുണ്ടെന്ന് എനിക്കൊന്ന് പറയാം. വാഗ്ദാനം വെല്ലുവിടും. മാതാവിന്റെ മധ്യസ്ഥതയുടെ, കൃപയുടെ കാലഘട്ടത്തിൽ ഈ പരിശുദ്ധയായിരിക്കുന്ന അമ്മയുടെ മധ്യസ്ഥതയോടുകൂടി ഈ പ്രദേശത്തോട് പോകുമ്പോൾ, പണ്ട് ഇവിടെ കാട് പിടിച്ച് നടക്കുന്നിടത്ത് ഇപ്പൊ സെയിന്റ് ഗിറ്റ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്. പിന്നെ ഗിറ്റാകാതിരുന്ന വെച്ചാൽ ആദ്യത്തെ കാലഘട്ടത്തിലെ ചാപ്പലിന്റെ പരിമിതികൾ മാറി അത് നവീകരിക്കപ്പെട്ട് അത് പുതുക്കം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെ, കുറച്ച് സ്ഥലത്തിന്റെ കുറച്ച് പരിമിതിയിൽ വിശാലമായപ്പോൾ ഇപ്പൊ ഇതിനകത്ത് ആൾക്കാർ നിൽക്കാൻ മേലാത്തൊരു കൃപയുടെ വരദായകമായിരിക്കുന്ന അനുഭവത്തിന്റെ ഒരു പ്രാർത്ഥനാവിശേഷത്തിന്റെ വലിയ അനുഭവങ്ങൾ കൂടി പോകുമ്പോൾ ദൈവം എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി നാം ചിന്തിക്കണം. മറിയമ്മന് എപ്പോഴും ആ ചിന്ത ഉണ്ടായിരുന്നു. ഗബ്രിയേൽ എന്ന് പറഞ്ഞു, ഐ ആം ഗബ്രിയേൽ എന്നാണ്, ഞാനാരാ. ഇപ്പോഴൊരു പ്രശ്നമുണ്ട്. ഞങ്ങൾ അച്ഛന്മാരൊക്കെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന കുർബാന കിട്ടുന്ന പേരുകൾ മുഴുവനുണ്ടല്ലോ. എന്നതാ, ആർക്കാ, എന്താ, ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ വിശ്വാസ വീക്ഷണത്തിൽ നിന്ന് മാറിപ്പോവുക, ആരാധനാ വീക്ഷണത്തിൽ നിന്ന് മാറിപ്പോവുക, പ്രാർത്ഥനാ വീക്ഷണത്തിൽ പോകും. ഓർത്തഡോക്സിനെ പറ്റിയൊക്കെ പറയും, ഭയങ്കര ക്ലാസ്സുകൾ. ഓർത്തഡോക്സ് എന്നതാണ് ക്രിസ്ത്യാനിറ്റി ഈസ് എ വേ ഓഫ് ലൈഫ് എന്നാ പറയുന്നത് അല്ലെ. വേ ഓഫ് ലൈഫ്, മാർഗം. നമ്മളെ പറ്റി മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നില്ല, മാർഗവാസികളാണെന്നാ പറയുന്നത്. ഏത് മാർഗമാണ് നമ്മൾ സ്വീകരിക്കുന്നത്? അവിടെ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം. ഇനി ഞാനിരിക്കുന്ന പള്ളിയിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ അങ്ങേപ്പുറത്തെ കത്തോലിക്ക പള്ളിയിലെ അച്ഛൻ്റെ ഒരു എഴുത്ത് വന്നു. കടന്തോട്ടലെ പിതാവിന് ചുറ്റുപാടുമുള്ള അച്ഛന്മാരെയും മതസാമൂഹിക വ്യക്തികളെയൊക്കെ ഒന്ന് കാണണം. ഓർക്കണം, ഇപ്പോഴത്തെ പോക്ക് വളരെ ബുദ്ധിമാനം ചിന്തിക്കുന്നതാണ്. മിലാൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോപ്പിന്റേതായിരിക്കുന്ന സ്വർഗീയ സിംഹാസനങ്ങളും അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ചട്ടഘട്ടങ്ങളും വിട്ട് മാറി കാലഘട്ടത്തിന്റെ കുത്തഴിയിൽ കൂടി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആത്മാക്കളെ രക്ഷിക്കുവാൻ വേണ്ടി ഒരു പോപ്പന്മാര് പോലും ഇങ്ങനെ ഇല്ലാത്തത് മിലാൻ എന്ന് പറയുന്നിടത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി അടുത്ത കാലത്ത് ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ പിള്ളേരെ സ്വീകരിക്കുവാൻ നിൽക്കുക. കുഞ്ഞുങ്ങളെ ഒന്നും കിട്ടുന്നില്ല. ഇപ്പൊ പള്ളിയിലെ മെയിൻ പ്രശ്നം 680 ഇടവകയിലിരിക്കുന്ന ഒരു പള്ളിയിലെ സൺഡേ സ്കൂളിന്റെ സെൻസസ് നോക്കിയപ്പോൾ 500 കുട്ടികൾ വരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ 200 ആയിട്ട് ചുരുങ്ങി.
പ്രത്യേകിച്ച് നസ്രാണി മാപ്പിളയുടെ കുടുംബങ്ങൾ ഓർത്തോണം, ശൂന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആത്മാക്കളെ കുറിച്ചുള്ള സങ്കടങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഓർത്തിങ്ങി ചിന്തിച്ചു. നമുക്ക് സങ്കടപ്പെടാൻ വേറെ എന്തേ കാര്യം? അച്ഛനെ പേരോട് വന്നിട്ട് പള്ളിപ്പണി എവിടെ നിന്ന് ഞാൻ കൂരയിൽ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കൂരയൊക്കെ ഇട്ട് കണ്ടു, ഞങ്ങളുടെ പള്ളികൾ അടിപൊളി കോടിയുടെ പള്ളികളൊക്കെ പണി, ഞങ്ങൾ ദേശത്തെ നവീകരിച്ചിരിക്കുകയാണെന്നുള്ള ഒരു നല്ലതാ കേട്ടോ. ഒത്തിരി കൃപാദാനങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കൃപാദാനങ്ങളും അനുഗ്രഹങ്ങളും നമ്മൾക്ക് കിട്ടിയതിന് പിന്നിൽ ചില എഫർട്ട്സ് ഉണ്ടെന്നുള്ളത്. ഇന്ന് ഈ തമ്പുരാനെ പറ്റി, അമ്മയെ പറ്റി ഓർക്കണം എന്നുണ്ടെങ്കിൽ അമ്മ സ്വീകരിച്ചിരിക്കുന്ന ചില എഫർട്ട്സ് ഉണ്ടെന്നുള്ളത് അത് നമ്മൾ മറന്നു പോകാതിരിക്കുകയാണ്. ഈ കൃപാകാലഘട്ടങ്ങളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ മൂന്നാമതൊരു കാലമുണ്ടെന്നുള്ളത്. 3 കാലങ്ങളെ പറ്റി ചെറിയ 8 കാലം അമ്പച്ചൻ പറയുമ്പോൾ സംഗതി പാട്ടുപട്ടി മടക്കി ഞാൻ എൻ്റെ വഴിക്കും നിങ്ങൾ നിങ്ങളുടെ വഴിക്കും, തമ്പുരാനെ പറ്റി അമ്മ സ്ഥിരം ആ വഴിയിൽ ഉണ്ടെന്നുള്ള കാര്യമാണ്. കൃപാകാലഘട്ടം കഴിയുമ്പോൾ ഒരു കാലമുണ്ടെന്ന് നമ്മുടെ തിരുമേനിയുടെ ഒക്കെ പ്രസംഗത്തിൽ പലപ്പോഴും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയുമായിരുന്നു. മരണത്തെക്കുറിച്ചും മരണത്തിനപ്പുറമായിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചും നമ്മുടെ പിതാക്കന്മാരല്ല. തിരുമേനിക്ക് ഒരു അപേക്ഷണം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ തട്ടിൻപുറം കുന്നുംപുറത്ത് പോയിരുന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞും ആ കുന്നുംപുറം ഒരു ഭംഗിയാക്കി അവസാനം അന്ത്യവിശ്രമത്തിനുള്ള സ്ഥലം കണ്ടെത്തിയ പിതാവ് കടന്നു പോകുക. ലോകത്തെ ജയിക്കുക, ലോകത്തെ ജീവിക്കുക, ലോകത്തിൽ ജീവിക്കുകയും ലോകത്തെ ജയിക്കുകയും ചെയ്യുക. അപ്പൊ നമുക്കൊക്കെ ലോകത്തെ ജയിക്കുവാൻ സാധിക്കണം. മറിയം തരുന്ന കാഴ്ചപ്പാടതാണെന്നുള്ളതാണ്. ന്യായപ്രമാണത്തിന്റെ കാലഘട്ടം, കൃപയുടെ കാലഘട്ടങ്ങൾ, ഇനിയൊരു കാലം കൂടെ ഉണ്ട്. ആ കാലം ഏതാണെന്ന് നിങ്ങൾക്ക് പറയാമോ? പീരീഡ് ഓഫ് ജഡ്ജ്മെന്റ്, ന്യായവിധിയുടെ കാലം. വിധിയുടെ കാലമല്ല, ന്യായം വിധിക്കുന്നൊരു കാലം. അപ്പൊ നമ്മൾ ഈ മരണാനന്തര ജീവിതത്തെ പറ്റിയൊക്കെ നാളെ പിതൃക്കൾക്കൊക്കെയും തർപ്പണം അർപ്പിക്കുവാൻ പോകും. TV കണ്ടപ്പോൾ പറഞ്ഞ ആലുവ മണപ്പുറം കുത്തി ഒലിച്ച് വെള്ളമെല്ലാം വന്നപ്പോൾ കരയ്ക്കോട്ട് കയറി ആത്മാക്കളെ പറ്റി പിതൃതർപ്പണത്തിലേക്ക് പോകും അല്ലെ. നമ്മളൊക്കെയും കൃത്യമായിട്ട് വാതാനം ദേശത്ത് ഒരു പ്രത്യേകതയുണ്ട്. കൃത്യമായിട്ട് ഓർമ്മ കുർബാന കറക്റ്റ് ദിവസത്തിൽ തന്നെ ചൊല്ലുന്ന ഒരു പാരമ്പര്യവും വൈദ്യങ്ങളും ഉണ്ട്. അപ്പൊ അതൊക്കെ ചുരുങ്ങി സൺഡേക്ക് നമ്മുടെ വഴി, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വഴിയും അങ്ങനെയൊക്കെ പോവാം. പിന്നെ പിതാക്കന്മാരുടെ കല്ലറകളുടെ പുല്ല് പറിക്കാൻ കിടന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞ മോശ ദർശനം കണ്ടപ്പോൾ ഇവിടെ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ പുല്ല് തൽക്കാലം പറിക്കണമെന്ന് പറഞ്ഞാൽ പുല്ല് പറിക്കാൻ ആളെ കിട്ടപ്പോൾ നമ്മളെല്ലാം ടൈലുകളും മുറ്റത്തിലും പള്ളിയിലും എല്ലാത്തും നിരത്തിരിക്കുന്ന ഒരു കാലഘട്ടം. പ്രകൃതി വിരുദ്ധമായിരിക്കുന്ന സമീപനങ്ങളിൽ കൂടി പോകുമ്പോൾ നാളെങ്ങാണ്ട് വടക്കേണ്ടിലും കണ്ട് ഒരു വെള്ളപ്പൊക്കം വന്ന് ഇടിച്ച് മറിച്ച് തൂത്ത് പ്രകൃതി അതിന്റെ താണ്ഡവമാടി എന്ന് പറയും. പ്രകൃതി ഒരിക്കലും താണ്ഡവം ആടാറില്ല. മനുഷ്യന്റെ അതിര് കവിഞ്ഞ ജീവിത വ്യവസ്ഥയിലെ പാപസ്വഭാവം വരുമ്പോൾ പ്രകൃതി ഒന്ന് ബാലൻസ് ചെയ്യുന്നു. വീണ്ടും നമുക്ക് 114-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് വരാം. 8-ാമത്തെ തമ്പുരാനെ പറ്റി അമ്മയെ പറ്റി ഓർക്കുമ്പോൾ കൃപാകാലത്തിന്റെ ആരംഭം തുടങ്ങുക. അവളിൽ കൂടി കൃപ. മറിയാമിന്റെ അടുത്തേക്ക് മാലാഖ എന്ന് പറയുന്ന ആദ്യത്തെ വാക്ക് ഏതാണ്? ഗ്രേസ് എന്ന്. ഗ്രേസ് തിയോളജി, ഗ്രേസ് കൃപയെന്ന്. ഈ കൃപയെന്ന് പറയുന്ന സാധനം ഔദാര്യമല്ല, ദൈവത്തിൽ നിശ്ചയിക്കപ്പെടുന്ന രക്ഷാകര പദ്ധതിക്ക് ദൈവം തോന്നിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓർക്കുക. എന്തേലും കൃപ നമുക്ക് കിട്ടിയിട്ടുണ്ട്, എന്തേലും അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ കുടുംബങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, മേൽപ്പട്ടക്കാർക്കും പട്ടക്കാർക്കും നമ്മൾ 5 വൈദികരിലധികം കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഈ വാതാനപ്പള്ളിയിലെ 5 വൈദികരിലധികം, ഈ 5 വൈദികരും ഏത് ദേശത്തു നിന്നാ പൊട്ടി മുളച്ച് വളർന്നെന്ന് പറയാൻ നിങ്ങളൊന്ന് ചിന്തിച്ചു. ഓരോരുത്തരെ പറ്റി ഒന്ന് പറഞ്ഞു. പാത്താമുട്ടം ചാപ്പലിനോടും പാത്താനം പള്ളിയോടും വേണ്ടപ്പെട്ടിരിക്കുക. അവസാനത്തെ കണ്ണിയാട്ടി ഈ കൊച്ചനും വന്നിട്ടുണ്ടെന്ന് ആരതിയാണ്. നമ്മൾ സാവകാശം ഞാൻ ചിന്തിക്കും. ഈ ചാപ്പലിൽ നിന്ന് ഓരോരുത്ത മുളകുടിയിലെ അച്ഛനുണ്ട്, പാടാച്ചിറത്തെ അച്ഛനുണ്ട്, പടിയറിലെ അച്ഛനുണ്ട്, മോടയംകുളത്തെ തോമസ് അച്ഛനുണ്ട്, പിന്നെ കയ്യാലത്തങ്ങ പ്രാവശ്യം വേറെയുണ്ട്. അപ്പൊ നോക്കണം, 5 വൈദികർക്ക് ജന്മം നൽകുവാൻ തക്ക തരത്തിലുള്ള ആത്മീയ ഊർജ്ജങ്ങൾ. പത്തനംതിട്ടയിലേക്ക് പോകുമ്പോൾ വൈദികരുടെ നിരകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ട്? ഒരു കൃപയുടെ കാലത്തിന്റെ വലിയ. കരിമ്പങ്കാലയിൽ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു, പിന്നലെ പറയാട്ടി കൊച്ചനും കൂടി വന്നപ്പോൾ സംഗതി പെർഫെക്റ്റ്ലി ടെസ്റ്റഡ്. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങളെല്ലാം അച്ഛന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചിരിക്കുക. കാര്യങ്ങളെ പറ്റി ഓർക്കാൻ. കരിമ്പങ്കാലയിൽ നേരത്തെ അച്ഛന്റെ പേരുന്ന ജോർജ് അച്ഛൻ ട്രസ്റ്റ് ഉണ്ടായിരുന്നു, അവിടെ ചാപ്പലുണ്ടായിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു, വീക്ഷണം. ഇപ്പൊ കൃപാകാലഘട്ടത്തിൽ 114-ാമത്തെ സങ്കീർത്തനം 8-ാമത്തെ വാക്യം എന്ന് ഓർക്കുക. അതൊന്ന് വായിച്ചേ. അവൻ പാറയെ ജലതടാകവും തീക്കനലിനെ നീരവുമാക്കിയിരിക്കുന്നു. പാറ എന്താക്കിയെന്നാ പറയുന്നത്? ജലതടാകമാക്കുന്ന പറയുന്നത്. അവിടെ പാട്ട് പാടുന്നുണ്ടല്ലോ, തീക്കൽ പാറ ജലം നൽകി എന്നാ പറയുന്നത്. ജീക്കൽ പാറ എന്നാ നൽകി? ചീങ്കണ്ണിപ്പാറ, ജീക്കൽ താറ. സാധ്യതയില്ലാതിരിക്കുന്ന സ്ഥലത്ത് സാധ്യതകളുടെ ഉറവുകൾ പൊട്ടിപ്പുറപ്പെട്ടു. സാധ്യതയില്ലാതിരിക്കുന്ന ദേശത്തും സാധ്യതയില്ലാതിരിക്കുന്ന കുടുംബങ്ങളിലും സാധ്യതയില്ലാതിരിക്കുന്ന വ്യക്തികളിലും തീക്കൽപ്പാറയുടെ അനുഭവം മാറിയിട്ട് എന്തുണ്ടാകും?
നീറുറവിന്റെ അനുഭവം. കുറെ ഞായറാഴ്ച പള്ളി പോണതല്ലേ? തേക്കൽ പാറയുടെ അനുഭവത്തിൽ നിന്നും കർത്താവിന്റെ തിരുശരീര രക്തങ്ങളിലേക്ക് നാം ബന്ധപ്പെടുമ്പോൾ നീറുറവിന്റെ അനുഭവത്തിൽ വലിയ പ്രവാഹങ്ങളെല്ലാം അങ്ങോട്ട് വരുന്നുണ്ട്. നീറും പ്രവാഹവും തമ്മിൽ, സ്ട്രീംസും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നീറുറവ എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിലെ നീറുറവ പൊട്ടിപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആദ്യമേ തുടങ്ങുന്നത് നീറുറവ എവിടെയാണെന്ന് വേദത്തോടത്തിൽ പറയുന്ന നദികൾ പൊട്ടിപ്പുറപ്പെടുന്നത് പറയും. എല്ലാം നശിച്ച് എല്ലാം പോയി ഇനി ജീവിക്കണ്ടെന്ന് പറയുന്ന പോകുന്ന ഒരു ഗർഭിണിയുടെ കാലഘട്ടത്തിൽ ഒരു സ്ഥലത്ത് പോയിരിക്കുമ്പോൾ മാലാഖയുടെ സാന്നിധ്യവും നീറുറവയിൽ നിന്നുള്ള ഒഴുകും കണ്ടിട്ടുണ്ട്. അതെവിടെയാണെന്ന് നമുക്കറിയാം. വിശ്വാസ വീക്ഷണത്തിന്റെ, വിശ്വാസത്തിന്റെ പിതാവിന്റെ അങ്ങേയറ്റമായിരിക്കുന്ന അബ്രഹാമിന്റെ വീട്ടിലെ ചില പ്രശ്നം നമ്മളോർക്കും. എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്, എല്ലാ വീട്ടിലും പ്രശ്നങ്ങളുണ്ട്, എല്ലാ ഇടവയിലും പ്രശ്നങ്ങളുണ്ട്, എല്ലാ സഭയിലും പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഓർക്കണം അവിടെയൊക്കെ നീറുറവകൾ കിട്ടുക. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ അല്ലേ? മാതാവിന്റെ മധ്യസ്ഥതയാണെന്ന് ചിലപ്പോൾ നമ്മൾ പറയും 8 നോയമ്പേ എടുക്കണം. ആ 8 നോയമ്പ് എന്ന് പറയുന്ന സംഗതി വളരെ മോശമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ ലക്ഷ്യബോധങ്ങളും നോമ്പുകളും ഉപവാസങ്ങളും പ്രാർത്ഥനകളും വ്യത്യസ്ത വീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകും. ചീനോയോ മാത്രം മതിയെന്ന്. ശരിയാ, നല്ല കാര്യം. അംഗീകരിക്കപ്പെട്ട നോയമ്പ് 5 എണ്ണം. ഈ 5 നോയമ്പ് അച്ഛന്മാർ ഉൾപ്പെടെ എത്ര പേര് എടുക്കുന്നുണ്ടെന്ന് ആർക്കറിയാം. കമ്പൽ ചെയ്യാന്നുള്ളത് നോയമ്പെന്ന് പറഞ്ഞാൽ കമ്പൽ ചെയ്യാന്നുള്ളത് അതൊരു സ്വയബോധ്യത്തിലേക്കും സ്വയസമർപ്പണത്തിലേക്കും സ്വയവിഷയം. പലപ്പോഴും ഞാൻ ഈ കാലഘട്ടങ്ങളിൽ കടന്നു പോകും. നമ്മുടെ ആൾക്കാർക്ക് യഥാർത്ഥ പാപങ്ങളെ പറ്റി അറിയില്ല. അല്ലാത്ത പാപങ്ങളെ പറ്റി ഇങ്ങനെ മനസ്സിൽ ഓർത്ത് ആകപ്പാടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് യഥാർത്ഥ പാപങ്ങളെ പറ്റിയുള്ള തിരിച്ചറിവ് നമുക്ക് വേണ്ടാത്ത കുറ്റബോധങ്ങളും ലോകബോധങ്ങളും ഒക്കെ മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള പാപങ്ങൾ, യഥാർത്ഥത്തിലുള്ള തെറ്റുകൾ, യഥാർത്ഥത്തിലുള്ള കുറ്റങ്ങൾ ഏതെന്ന് ന്യായപ്രമാണത്തിലെ പാപങ്ങളെ പറ്റി നമ്മൾ ഓർത്തിരിക്കും. വേദപ്രമാണത്തിലെ പാപങ്ങളെ പറ്റി നമ്മൾ ഓർക്കാറില്ല. യേശുവിന്റെ പ്രമാണങ്ങളിലെ പാപവ്യവസ്ഥയെ പറ്റി ഓർക്കാറില്ല. യേശുവിനും പാപിയോടും പാപത്തോടുമുള്ള കാഴ്ചപ്പാട് എന്തായാലും നമ്മൾ ഓർക്കാറില്ല. യേശുവിന്റെ കാഴ്ചപ്പാടിലെ വീക്ഷണം എക്ലീസിയോളജിയും തിയോളജിയും ഉണ്ട്, ക്രിസ്റ്റോളജിയും ഉണ്ട്. ഏതോളജിയായാലും കുഴപ്പമില്ല. സഭയിൽ നിൽക്കുന്ന ഒരു അച്ഛനെ സംബന്ധിച്ച് എക്ലീസിയോളജി മനസ്സിലാക്കണം. സഭാവിജ്ഞാനിയും കാനോനുകളും ഒക്കെ മനസ്സിലാക്കണം. കൊച്ചനും വലിയച്ഛനും ഞാൻ വലിയവരും മനസ്സിലാക്കണം. സഭാവിജ്ഞാനീയത്തിന് അപ്പുറമായിരിക്കുന്ന ഒരു ക്രിസ്തു വിജ്ഞാനീയത്തിലേക്ക് നാം ഉയർന്നു പോകേണ്ടിയിരിക്കും. ക്രിസ്തുവിന്റെ ഉദാത്തമായിരിക്കുന്ന കാഴ്ചപ്പാടിലേക്ക് നാം മടങ്ങി വരേണ്ടിയിരിക്കും. ചുങ്കക്കാരനോടുള്ള കാഴ്ചപ്പാട്, വേശ്യാസ്ത്രീയോടുള്ള കാഴ്ചപ്പാട്, ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ വരുന്ന 2 വ്യക്തികളുടെ ന്യായപ്രമാണത്തിന്റെ കാഴ്ചപ്പാടുകളൊന്നും. ഒരുത്തൻ വളരെ ഡീസന്റായിട്ട് ഇങ്ങനെ ഒന്ന് വട്ടം കറങ്ങി പ്രാർത്ഥിക്കും. കണ്ടില്ലേ, ഞാൻ വളരെ എല്ലാം തങ്ങനെയാണ്, നോമ്പ് നോക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പതാരം കൊടുക്കും. ഇനിയും വേണം ചോദിച്ചാൽ ഞാൻ കൊടുത്തു കളയുന്നതാണ്. പക്ഷെ എന്റെ പുറകിലിരിക്കുന്ന ഇവനുണ്ട്, ഇവനെ പള്ളിക്കയറ്റാൻ പോലും കൊള്ളുവേലാന്നാണ് പറയുന്നത്. പക്ഷെ മറ്റേ പുള്ളിയെ സംബന്ധിച്ച് പുള്ളി അങ്ങ് സമ്മതിക്കും. എന്നോ മഹോലഹാത്തോ എന്നെ ഉമ്മിമാർ എന്ന് പറഞ്ഞു. ഞാനും ബലഹീനനും ഭാവിയുമായ ദാസനാണ്. ഇടയ്ക്കിടയ്ക്ക് അച്ഛന്മാരെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, സഭ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനോ ബലഹീനനും ഭാവിയുമായ ദാസൻ, നിങ്ങളുടെ പ്രാർത്ഥനയാൽ എനിക്ക് എന്ത് കിട്ടണം? ഞങ്ങൾക്ക് എന്നെങ്കിലും കിട്ടണേ എന്ത് വേണം? നിങ്ങളുടെ പ്രാർത്ഥന വേണം. ഞങ്ങളിങ്ങനെ 24 മണിക്കൂറും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വല്ലപ്പോഴുമെങ്കിലും ഞങ്ങളെ പറ്റി ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുവാനും ഒന്ന് അനുസ്മരിക്കുവാനുമുള്ള ഒരു ഉത്തരവാദിത്വം ചുമതല. അതാണ് കൂട്ടുത്തരവാദിത്വം. ചരിത്രങ്ങൾ സൃഷ്ടിച്ച് ചരിത്രങ്ങൾ എഴുതിക്കൊണ്ട് പോകുക എന്നുള്ളത്. ചരിത്രങ്ങൾ സൃഷ്ടിക്കുന്നതിനും ചരിത്രങ്ങൾ എഴുതുന്നതിനും വ്യക്തിപരമായിരിക്കുന്ന കാഴ്ചപ്പാടുകൾ ഉള്ളപ്പോൾ മറിയാം ഒരു ചരിത്രവും എഴുതി വെക്കുന്നില്ലെന്ന്. പക്ഷേ മറിയമിനെ പറ്റി ചരിത്ര പൂർത്തികൾ പഠിച്ചു കഴിയുമ്പോൾ വലിയ വലിയ അനുഭവങ്ങളിൽ കൂടി കടന്നു അവൻ പാറയെ ജലതടാകൂ. ഒരു ദേവാലയത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥലം ഏതാണ്? ന്യൂക്ലിയസ് ഓഫ് ദി ചർച്ച് എന്ന് പറയുന്നത് ബലിപീഠം. അത് കറക്റ്റ് ആൻസർ ഇവിടെ പറഞ്ഞു. ബലിപീഠമാണ് ഒരു ദേവാലയത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിരിക്കുന്നത്. അങ്ങനെയാണ് ദേവാലയത്തിനാണോ ബലിക്കാണോ ബലിപീഠത്തിനാണോ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത്? ബലിപീഠങ്ങൾ ഇടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, യഥാർത്ഥ ബലിയെ പറ്റിയുള്ള ഓർമ്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥ ബലിയിലേക്ക് ഞാനും നിങ്ങളും എങ്ങനെ അടുത്തു വരണം എന്ന് പറഞ്ഞൊരു കാലഘട്ടം. ഇവിടെയാണ് മറിയം ബലിപീഠമായിരുന്നോ ബലിയായിരുന്നു? ബലിപീഠമായിരുന്നോ ബലിയായിരുന്നു? ബലിപീഠമായിരുന്നു. യഥാർത്ഥത്തിൽ മറിയാൻ ലോകപ്രകാരം ബലിയെത്തിയിരുന്നു ക്രിസ്തുവിന് മുമ്പായി തന്നെ, അല്ലേ? ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ ബലിപീഠങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതല്ല. ബലിയർപ്പണത്തിലേക്ക് മടങ്ങി വരുമ്പോൾ യഥാർത്ഥ ബലി ഏതെന്നുള്ള തിരിച്ചറിവ്. അബ്രഹാം അങ്ങനെ ബലിയർപ്പിക്കാൻ പോകുന്നു. ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി, അല്ലെ? രക്ഷാകര പദ്ധതിയിലേക്ക് പോകുമ്പോൾ സാറായോട് പോലും ഇവരും പറയുന്നില്ലെന്ന് പറഞ്ഞിരുന്ന ആകെപ്പാടെ കുളമായിരുന്നു, പദ്ധതി കുളമായി. ആകെപ്പാടെ ആറ്റ് നോറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പം. ഈ ദൈവം നമ്മളെ ചില സമയത്തുണ്ടല്ലോ ഭയങ്കര അസൂയക്കാരൻ. നമ്മളെ സന്തോഷകരമായിട്ട് ജീവിക്കുവാൻ അനുവദിക്കുവാൻ സാധിക്കാത്ത ഒരാളാണ്. നേരത്തെ അബ്രഹാമിന് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ എന്നും മുട്ടിപ്പായിട്ട് ആരെ വിളിക്കും? ദൈവത്തെ വിളിക്കും. നമുക്കും അങ്ങനെയാ, പ്രശ്നങ്ങൾ ഉണ്ടാകും മുട്ടിപ്പായിട്ട് മുട്ടേന്ന് ദൈവത്തെ വിളിക്കും. പള്ളി ചെന്ന് പറ, അച്ഛൻ എങ്ങനെയാണ്? ചിലർ പറഞ്ഞു, അച്ഛൻ എന്നെ പ്രശ്നങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കും.
നല്ല കാര്യം. എന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് പറയുന്നത്. സ്നേഹമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലർ പറഞ്ഞു എന്നെ പ്രശ്നം വന്നാൽ അച്ഛൻ ചിന്തിച്ചു കൊണ്ടിരിക്കണം. നല്ല കാര്യം, ചിരിക്കുകയും ചിന്തിക്കും. ചിലർ എന്നെ പ്രശ്നം വന്നാൽ അച്ഛൻ അതിനെ നേരിട്ട് കൊണ്ടിരിക്കണം. പക്ഷെ യഥാർത്ഥ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണമെന്ന് പഠിപ്പിക്കുന്നത് ആരാണെന്നറിയാം? തമ്പുരാന്റെ കൃപയും പരിജ്ഞാനവും ഇല്ലെങ്കിൽ അത് പറ്റില്ല. മറിയമിന് പോലും യഥാർത്ഥത്തിൽ ഈ മാലാഖ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒന്നും പിടികിട്ടില്ല. 12-13 വയസ്സുള്ള ഒരു ബാലികയ്ക്ക് എന്ത് പിടികെട്ട? പറഞ്ഞു, ഞാൻ ഗബ്രിയേൽ, ഐ ആം ഗബ്രിയേൽ ഹു സ്റ്റാൻഡ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. ഇപ്പൊ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന എന്നാണെന്നറിയാം? ഈ ആരാധനയിലെ ബഹളമുണ്ട്. അടുത്ത കാലത്ത് ബാവാടി ഒരു കൽപ്പനയും കൊണ്ടിറങ്ങി. അടിപൊളി പരിപാടിയും കല്യാണത്തിന് എന്നെ കീർക്ക് പിടിക്കും, ശവസംസ്കാരത്തിന് എന്നെ കീർക്ക് പിടിക്കും. വിശുദ്ധ കുർബാനയിൽ വാക്യപ്രതിവാക്യങ്ങൾ പറഞ്ഞ് ആത്മാർത്ഥ ഈ ആരാധനാ സംബന്ധമായ കാര്യങ്ങൾ നമ്മൾ ബഹുദൂരം അകന്നു പോയെന്നുള്ളത്. ബഹുദൂരം അകന്നു പോയി കൺവീനിയന്റ് ലിറ്റർജിക്കൽ ഫോമിലേക്ക് വരും. പക്ഷെ യഥാർത്ഥ ആരാധനയ്ക്ക് ഞാനും എന്റെ കുടുംബവും ഒരുങ്ങുന്ന ഒരു തലത്തിലേക്ക് വരണം. അത് ശാരീരിക തലം, മാനസിക തലം, ആത്മീയ തലം ഒക്കെയുണ്ട്, സാമൂഹിക തലം, എല്ലാ തലങ്ങളും ഉണ്ടെന്നുണ്ട്. ഞങ്ങളൊക്കെ എന്റെ ചെറുപ്പകാലത്ത് കുട്ടനാട്ടിലൊക്കെ ജനിച്ചു വളർന്ന ഒരാളാണ്. ഈ സൺഡേ സ്കൂൾ പഠിക്കുന്ന ഭക്ഷണ പദ്ധതിയൊന്നുമില്ല. കാരണം നമ്മൾ പറഞ്ഞാൽ വള്ളി അതിരാവിലെ ഒഴിഞ്ഞ വയറോടുകൂടി പോയി കഴിഞ്ഞാൽ ഈ വള്ളവും വെള്ളവും ചള്ളക്കകത്തൂടി നടന്നു പോവുകയാണ്. 2:30 മണിയൊക്കെ ആകുമ്പോഴേ ഞായറാഴ്ച ഇതെല്ലാം സൺഡേ സ്കൂൾ കഴിയും. പക്ഷേ ഭക്ഷണ പദ്ധതിയും ഇതുപോലുള്ള എല്ലാ പദ്ധതിയും ഇല്ലെങ്കിലും സംഗതി പോകുന്നതിനൊക്കെ ഒരു ഊർജ്ജമുണ്ട്, പോസിറ്റീവ് എനർജി. ഇങ്ങനത്തെ സൗകര്യങ്ങളാണ്. നമ്മൾ പഴയ അച്ഛന്മാരുടെ ശുശ്രൂഷ കാലഘട്ടങ്ങളൊന്നും പള്ളിയുടെ അച്ഛൻ്റെയും എണ്ണച്ചെല്ലച്ഛൻ്റെയും ഒക്കെ ശുശ്രൂഷ കാലഘട്ടം യാതൊരു യാത്രാ സൗകര്യങ്ങൾ, മൊബൈലില്ല, ഇന്റർനെറ്റ് ഇല്ല, ലാപ്ടോപ്പില്ല, ലാപ്കോപ്പില്ല, ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം. നമ്മുടെ കാലഘട്ടത്തെ പറ്റി പറഞ്ഞു ഇവിടെ ഒന്നും നടന്നില്ലെന്ന് പറയും. പക്ഷേ ആത്മനിഷ്ഠ ഉതകുന്നതായിരിക്കുന്ന കർമാനുഷ്ഠാനങ്ങളിൽ വൈദികർ ബദ്ധശ്രദ്ധരായിരുന്നുള്ള ഞാൻ പലപ്പോഴും ഞങ്ങളുടെ ദേശത്തിലെ അച്ഛന്മാരെ ഇടിവെട്ടി മഴ പെയ്താലും കുർബാന ഇടിവെട്ട് പോലെ നടക്കുമായിരുന്നു. കാറ്റടിച്ചാലും കൊടുങ്കാറ്റടിച്ചാലും വെള്ളപ്പൊക്കം വന്നാലും ഓർമ്മ കുർബാന എന്ന് പറഞ്ഞാൽ അവരുടെ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ. ഒരു കറുത്ത കുപ്പായും ശുശ്രൂഷ കുപ്പായും കാപ്പയും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ കറുത്ത കുപ്പായും ഇഷ്ടം പോലെ ശുശ്രൂഷ കുപ്പായും എല്ലാം ഇഷ്ടം പോലെ ആകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പിതാക്കന്മാർ കുടുംബങ്ങൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന കൃപയുടെ, പ്രാർത്ഥനയുടെ, കണ്ണീരിന്റെ, നോമ്പിന്റെ അനുഭവങ്ങൾ നാം വിട്ടു ഈ സമൃദ്ധിയുടെ നടുവിൽ ഒരു പ്രോസ്പെരിറ്റിയുടെ ഒരു കാലഘട്ടം, ഈ സമൃദ്ധിയുടെ നടുവിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ പറ്റി നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഓർക്കുമ്പോൾ മറിയമിനെ നാം മാതൃകയാക്കണം. മറിയം ഒരിക്കലും നകളിക്കുന്നില്ല, മറിയം ഒരിക്കലും അഹങ്കരിക്കുന്നില്ല, മറിയം ഒരിക്കലും നിലവിട്ട് സംസാരിക്കുന്നില്ല. അധിക സംസാരമില്ലെന്നുള്ളത് മറിയെ പറ്റി പറയുക എല്ലാ ഹൃദയത്തിൽ ഇങ്ങനെ സംഗ്രഹിക്കുക എന്ന പരിഭാഷയിൽ പറയുന്നത് മനനം ചെയ്യുകയാണ്. ഹൃദയത്തിൽ ഇങ്ങനെ ദൈവം നടക്കുന്ന അത്ഭുത രക്ഷാകര പദ്ധതിയെ പറ്റി മറിയം അല്പം വായെടുത്ത് പുത്രനോട് റെക്കമെൻഡേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചായിരുന്നു? കാനാവിലെ കല്യാണം. ഇൻവൈറ്റീസിന്റെ നടുവിൽ നേരത്തെ തന്നെ അമ്മ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഭാരങ്ങളും സങ്കടങ്ങളും നമ്മുടെ ഇടവുകളിൽ ആൽക്കഹോളിസത്തിന്റെ അതിപ്രസരം കൂടിക്കൊണ്ടിരിക്കുന്നു. വലിയ വലിയ സങ്കടങ്ങൾ തോന്നാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു വാർത്ത കണ്ട് കുടിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് ഈ തോണത്തിൽ ബോണസും ശമ്പളവും എങ്ങനെയാ കൊടുക്കുന്നതെന്ന് മന്ത്രിസഭ ആലോചിച്ചുകൊണ്ടിരിക്കും. ഫെസ്റ്റിവൽ കാരണം ബീവറേജിൽ ഈ അടുത്ത് കണക്കെടുത്തപ്പോൾ കുടിക്കുന്നവരുടെ എണ്ണം കൂടി എല്ലാ വർഷവും അവർ ഹൈലൈറ്റ് ചെയ്ത് തരുവാൻ ഇത്ര പേര് കുടിച്ചെന്ന് പറയും. ഇപ്പൊ അടുത്ത കാലത്ത് പറയും റെക്കോർഡുകളും കണക്കുകളും കൊടുക്കണ്ടെന്നാ പറയും. കാരണം കുടിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളം എന്ന് പറഞ്ഞാൽ വാർത്താ മാധ്യമങ്ങൾ ഓരോ ദിവസവും ചമച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ആത്മരക്ഷയ്ക്ക് ഉതകുന്ന, വ്യക്തിരക്ഷയ്ക്ക് ഉതകുന്ന, കുടുംബരക്ഷയ്ക്ക് ഉതകുന്ന എന്ത് കാര്യങ്ങൾ ചെയ്യുവാൻ സഭയ്ക്കും സമൂഹത്തിനും വ്യക്തികൾക്കും സാധിക്കുമെന്ന് കൂലംകൂഷമായിട്ട് ചിന്തിക്കും. ഓർക്കണം, മനുഷ്യ വിഭവശേഷി 25 ലക്ഷം പേര് നമ്മൾ ഉണ്ടെന്നാണ് പറയുന്നത് കണക്കിൽ. കാര്യത്തിൽ വരുമ്പോൾ എത്ര പേരുണ്ടെന്ന് പറഞ്ഞു. പ്രവാസദേശത്തിലെ പരദേശിയായി പോകുന്ന കുടുംബങ്ങളിലെ കർമ്മചൈതന്യം കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം അമേരിക്ക പോണവർക്ക് നല്ല ഡീസന്റ് ആയിട്ട് 2 നേരം പ്രാർത്ഥിച്ച് നോമ്പ് നോക്കി പോസ്റ്റ് പ്രാർത്ഥിക്കുമ്പോൾ നാട്ടിൻപുറത്തിലെ സംസ്കാര വ്യതിചലനങ്ങൾ, ആരാധന വ്യതിചലനങ്ങൾ, പ്രാർത്ഥന വ്യതിചലനങ്ങൾ, വേദപുസ്തകത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുടെ വ്യതിചലനങ്ങൾ നമ്മൾ കൂലംകൂക്ഷമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കും. ബഡ്ജറ്റുകളിൽ ലക്ഷങ്ങളും കോടികളും എല്ലാ ഇൻകം ടാക്സസും 1 ലക്ഷത്തിന് മേളിൽ ഇപ്പം ചാർട്ടേഡ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുന്ന പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ മറിയമിനെ പറ്റി നമുക്ക് ഓർക്കാം, അമ്മയെ പറ്റി ഓർക്കാം. അമ്മയുടെ മധ്യസ്ഥത വളരെ വളരെ ആവശ്യം. നിങ്ങളൊക്കെയും മനസ്സിലാക്കുന്നതിന്റെ വലിയ തലങ്ങളിലെ അനുഭവ തലങ്ങൾ. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ രഹസ്യം സൂക്ഷിക്കാൻ കഴിവുള്ളവനായിരിക്കും, അല്ലേ? അതുകൊണ്ടാണല്ലോ നിങ്ങൾ വന്ന് കുമ്പസാരി രഹസ്യത്തിന്റെ ഉള്ളറകൾ. പണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രഹസ്യ അറകൾ തുറന്നപ്പോൾ ചിലത് തുറക്കണ്ടെന്നാ പറയുന്നത്. തുറന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം. രഹസ്യ നിലറുകൾ, കണക്കെടുക്കൽ,
ഇത്തിരി സാധനങ്ങൾ, നിക്ഷേപം, വാസ്റ്റ് ട്രഷറീസ് അവിടെ വെക്കുക. ഇപ്പൊ നമ്മുടെ ഈ ദേശത്തിലെ ഭരണാധികാരികൾക്ക് ഖജനാവിനെ പറ്റിയുള്ള കാഴ്ചപ്പാട്, അതുകൊണ്ടാണല്ലോ CP രാമസ്വാമിയെ നമ്മൾ കേസുവാദിക്കാൻ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ വന്ന് തിരുവിതാംകൂറിനെ പറ്റി മനസ്സിലാക്കിയപ്പോൾ ഇതിന്റെ നിധികളെ പറ്റി, അറകളെ പറ്റി മനസ്സിലാക്കി പുള്ളി പറയുന്ന ഇന്ത്യൻ യൂണിയൻ ലയിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് അമേരിക്കൻ മോഡൽ ഭരണക്രമത്തോടു കൂടി തിരുവിതാംകൂർ മാറി നിൽക്കാവുന്നതാണ്. നമ്മുടെ പിതാക്കൾ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ചില അറകളുണ്ട്, പരിമലയിലും പാമ്പാടിയിലും മറ്റുള്ള തലങ്ങളിൽ. ഈ അറകൾ അവിടെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന നിധികുംഭങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയുടെയും നോമ്പിന്റെയും ഉപവാസത്തിന്റെയും ആരാധനയുടെയും വീക്ഷണമാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞവൻ പാറയെ ജലതടാകം. ന്യായപ്രമാണമായിരിക്കുന്ന കല്ലിലെഴുതിയിരിക്കുന്ന വേദപ്രമാണങ്ങൾ അനുഷ്ഠിച്ചു വന്നിരിക്കുന്നതായിരിക്കുന്ന ജനസമൂഹം ഈ വേദപ്രമാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ മോശയുടെയും അഹറോന്റെയും സാന്നിധ്യം അവരോടുകൂടി ഉണ്ടായിരുന്നപ്പോൾ പ്രശ്നമില്ലെങ്കിലും കർത്താവിന്റെ കാലഘട്ടം വന്നപ്പോൾ ഈ മറിയമിനെ പറ്റി ഓർക്കുമ്പോൾ രണ്ട് സ്ഥലത്തെ പറ്റി, ഒന്ന് യെരുശലേമും, രണ്ട് നസറേത്തും ഒരു ജേർണി നടത്തണം. മറിയമും കർത്താവും. പിന്നെ മറിയമിനെ പറ്റി പറഞ്ഞു ഓർക്കാത്ത ഒരാളുണ്ട്, നമ്മളെപ്പം അനുസ്മരിച്ചാലും ഓർക്കാത്ത ഒരാളുണ്ട്. ആരാണെന്ന് അറിയാം? യൗസേപ്പ് പിതാവ്. എപ്പം മറിയമിനെ പറ്റി ഓർത്താൽ ആരെ പറ്റി ഓർക്കണം? യൗസേപ്പ് പിതാവിനെ പറ്റി ഓർക്കണം. യൗസേപ്പിന്റെ ജീവിതവീക്ഷണം നീതിമാന്മാരായിരിക്കും, നീതിവീക്ഷണം. രണ്ട് യൗസേപ്പിനെ പറ്റി വേറെ പുസ്തകം പറയുന്നുണ്ട്. ചെറുപ്പത്തിൻ്റെതായിരിക്കുന്ന ഒരു യൗസേപ്പ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിൽ വന്നിരിക്കുന്ന യൗസേപ്പ് പഴയ നിയമ വീക്ഷണത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് വന്ന് സംരക്ഷകനായിത്തീരും. മറിയമിനെ കല്യാണം കഴിച്ചു. ആദ്യത്തെ കെട്ടിൽ എത്ര പിള്ളേരുണ്ടായിരുന്നു, രണ്ടാമത്തെ കെട്ടിൽ എത്ര പിള്ളേരുണ്ടായിരുന്നു നമുക്ക് ചോദിക്കും. നമുക്ക് ആ പാടെ ഇഷ്ടപ്പെടില്ല. കുറച്ചുനാൾ കഴിയുമ്പോൾ കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം, കണ്ണടച്ചോളാൻ പറയും. അവസാനം കണ്ണടച്ച് കഴിയുമ്പോൾ കിട്ടിയിരിക്കുന്ന കൃപകളെല്ലാം പറന്ന് പോകുന്ന ഒരു കാലഘട്ടം. ഈ ചാപ്പലിന്റെ ആദ്യകാല പ്രവർത്തനങ്ങളിൽ അതിനുവേണ്ടി സജീവമായിരിക്കുന്ന നിന്ന വ്യക്തികളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ കൃപാകാലത്തിൽ ഒന്ന് ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തികളെ പറ്റി, കുടുംബങ്ങളെ പറ്റിയുള്ള ഒരു ചിന്ത. ഞങ്ങൾക്ക് ഇപ്പൊ എല്ലാ മാസങ്ങളിലും മന്ത്ലി റിപ്പോർട്ട് കൊടുക്കണം. മന്ത്ലി റിപ്പോർട്ടിൽ എന്തൊക്കെയുണ്ട്? എത്ര കുർബാന ചൊല്ലി, എടുത്താൽ വിളിച്ചു, അത് ആ ലൈൻ ഇട്ടിരിക്കുന്നിടത്തോളം കുർബാന ചൊല്ലി അച്ഛൻ എഴുതി വെച്ച്. പണ്ടത്തെ കാലഘട്ടത്തിൽ അത്രയുണ്ടല്ലോ അച്ഛൻ, നമ്മളൊക്കെ DFS എഴുതുന്നത്. എത്ര പേര് പള്ളിയിൽ നിന്ന് എല്ലാ മാസം എഴുതി കൊടുക്കും. എത്ര പേര് പള്ളിയിൽ നിന്ന് ഇത് നിരന്തരം കേട്ട് കഴിഞ്ഞപ്പോൾ കുറ്റബോധം, എത്ര പേര് പള്ളിയിൽ നിന്ന് പോകുന്നുണ്ട്. ഒരു ഇവാലുവേഷൻ യഥാർത്ഥത്തിൽ നമുക്ക് നല്ലതാണ്. പക്ഷെ നമ്മുടെ ഡ്യൂട്ടി അസസ്മെന്റിനെ പറ്റിയുള്ള ഒരു ഓർമ്മ, ഒരു ഡെഡിക്കേഷൻ നമുക്ക് എങ്ങനെയായിരിക്കണം നോക്കണം. ഒന്നുമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു സൗകര്യമില്ലാതിരിക്കുന്ന പരിമിതിയുടെ കാലഘട്ടത്തിൽ കുടുംബങ്ങളിൽ നിലവിളിച്ചത്. ഞാൻ പഴയ പള്ളിയെ പറ്റി ഓർക്കാത്ത പണ്ട് ഞാൻ അവിടെ വരുന്ന കാലഘട്ടങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. അതിന്റെ ഒരു വടക്കോശത്തുനിന്ന് ഇങ്ങനെ ഒരു വാതിലുണ്ടായിരുന്നു. അടച്ചു പൂട്ടിയിട്ട് ചിലപ്പോൾ ഒറ്റയ്ക്ക് അതിനകത്ത് കയറി പ്രാർത്ഥിക്കുമായിരുന്നു. 99 ആദ്യമേ ഇവിടെ വന്നപ്പോൾ കേട്ടിരിക്കുന്ന കമന്റ് എന്താണ്? ആദ്യമേ ഈ പള്ളിയിൽ ഒരു തോൾസഞ്ചിയും തൂക്കിക്കൊണ്ട് വന്നപ്പോൾ ഞാഞ്ഞൂല് പോലെ ഇരിക്കുന്ന ഒരു അച്ഛനെയാണ് ഈ പള്ളിയിലെ കാര്യത്തിന് കിട്ടുന്നത്. ആദ്യത്തെ ബെസ്റ്റ് അവാർഡ് മംഗളപത്രം കിട്ടുന്നത് പോലെയാണ്. നിങ്ങളാരുമല്ല, പറഞ്ഞ വ്യക്തികളൊക്കെ നല്ല. പക്ഷെ എനിക്കതൊരു വലിയൊരു സാക്ഷ്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോയി എൻ്റെ തമ്പുരാനെ ഇത് പോകണം വരെ കാത്തുകൊള്ളണം എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മുടെ വിശ്വാസ വീക്ഷണങ്ങൾ, ആരാധനാ വീക്ഷണങ്ങൾ, പ്രാർത്ഥനാ വീക്ഷണങ്ങൾ സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ പോകുമ്പോൾ, കടന്നു പോകുന്ന കാലഘട്ടത്തിലെ മരുഭൂപ്രയാണ കാലഘട്ടത്തിലെ മെരീബാകളെ കുറിച്ചും മാറാകളെ കുറിച്ചും ഒക്കെ നാം ഓർക്കേണ്ടിയിരിക്കും. അതാണ് കൃപയെന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളെ പറ്റി നാം ഓർത്ത് അയവർത്തി മനനം ചെയ്ത് ദൈവത്തിലേക്ക് സമർപ്പിക്കുന്ന വലിയൊരു അനുഭവം. അതാ കൃപയുടെ കാലം. മറിയമിനെ പറ്റി ഓർക്കുമ്പോൾ അതാണ്, അവൻ പാറയെ ജലതടാകവും തീക്കലിനെ നീറുക. ജലതടാകം, ഒന്ന് തടാകം എന്നാണ്. രണ്ടാമതെന്താ പറയുന്നത്? ജലതടാകമല്ലേ, കുടിച്ചിട്ടും മതി വരാത്തതായിരിക്കുന്ന വറവ് പുറപ്പെട്ടു. ഇത് എന്നവരെ കുടിക്കും? കുർബാന എന്നാ പൂർത്തീകരിക്കാൻ എന്നറിയാമോ? കുർബാന എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോസസ്. കുർബാന ഒരിക്കലും പൂർത്തീകരിക്കപ്പെടുന്നില്ല. കുർബാന എന്നാ പൂർത്തീകരിക്കുന്നത്? കർത്താവിന്റെ രണ്ടാമത്തെ. അതുപോലെ ഇങ്ങനെ അനർഗളമായിട്ട് ഈ ബലി ഇങ്ങനെ നടക്കും. ഒന്ന് ഞാൻ പറയാം, ഏറ്റവും വലിയ മധ്യസ്ഥ ഏതാണെന്ന് അറിയാം. ഈ തമ്പുരാനെ പറ്റി, അമ്മയെ പറ്റി മധ്യസ്ഥയാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥത എന്ന് പറഞ്ഞ് പേരെഴുതി കൊടുക്കുന്നു. തച്ചയുടെ ഒരു ഭാഗത്തുണ്ട് ആദ്യമേ തുടങ്ങുന്നത് ദൈവമാതാവിനോടുള്ള. ഭൂരിപക്ഷം പേരും ഈ കാര്യം ചെയ്യാറുണ്ട്. കുർബാനയിൽ ഏറ്റവും അനുഗ്രഹദായകമായിരിക്കുന്ന കൃപയുടെ ബലി ഏതാണെന്ന് പറയാം. ശരിയായിരിക്കുന്ന ശുദ്ധവൃത്തിയോടും ആരാധനാ കാഴ്ചപ്പാടും കൂടി ഒരുക്കത്തോടു കൂടി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവർക്ക് അനുഭവം, അനുഭവിക്കുന്നവർക്ക് സംബന്ധം. പക്ഷെ കുർബാന വീക്ഷണത്തിൽ നിന്നും അകത്ത് മാറിപ്പോയി. മറ്റു പല വീക്ഷണങ്ങൾ മറിയക്കുട്ടിയുടെ കാലിന്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അന്നേരം എല്ലാവർക്കും മറിയക്കുട്ടിക്കല്ലേ ഒരു കൺവീനിയന്റ് പ്ലീസിംഗ് ലിറ്റേർജിയിലേക്ക് നാം ഒരിക്കലും അതപ്പതിച്ചു പോകുന്നു.
പിതാക്കന്മാരുടെ നടപടിക്രമങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അക്രമങ്ങളാകെ. പക്ഷെ നടപടിക്രമങ്ങൾ നീട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് അധികാരമില്ലെന്ന്. നടപടിക്രമങ്ങളെ പറ്റി മനസ്സിലാക്കി ജീവിക്കുന്നവൻ യഥാർത്ഥ ഓർത്തഡോക്സ്. അവനൊരു നടപടിക്രമങ്ങളുണ്ട് അല്ലേ? നമ്മളോട് പൊതുവായിട്ട് പോയിപ്പോ കടന്തോട്ട പിതാവിനെ കണ്ടുകൊണ്ട് കൈമുത്ത് ചോദിച്ചു, ഓർത്തഡോക്സ് പള്ളിയിലെ അച്ഛൻ, ഓർത്തഡോക്സ് പള്ളിയിലെ അച്ഛൻ എങ്ങനെയായിരിക്കും, ഓർത്തഡോക്സാർ എങ്ങനെയായിരിക്കും, അവിടെ ആരാധന എങ്ങനെയായിരിക്കും, അവരുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കും, മേൽപ്പെട്ടക്കാരുമായിട്ടുള്ളവരുടെ അധികാരികളുമായിട്ടുള്ള സ്ഥാനമാനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള നല്ലൊരു തിരിച്ചറിവ് നമുക്കുണ്ടെന്ന്. പക്ഷെ ആ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം നഷ്ടപ്പെട്ടു. മറിയമ്മിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് പറയാനുള്ളത്, മറിയമ്മിന് നല്ല വ്യക്തമായിരിക്കുന്ന കാഴ്ചപ്പാട്. ദൈവത്തിനും മറിയമ്മിനെ കുറിച്ച് എന്ത് കാഴ്ചപ്പാടുണ്ടായിരുന്നു? ദൈവത്തിന്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ എവിടെയാണെന്ന് അറിയാം. ഏദൻ തോട്ടത്തിൽ നല്ലൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ആദാമിനെ കുറിച്ച്, ഹവ്വായെ കുറിച്ച്. ദൈവം ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്, ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം ഒത്തിരി പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചെങ്കിലും ആ പ്രതീക്ഷയ്ക്കും ആഗ്രഹത്തിനും അനുസരിച്ച് ഈ അടുത്ത കാലത്ത് KM ജോർജൻ ക്ലാസ് എടുത്തപ്പോൾ 2 നല്ല മർമ്മപ്രധാനമായ തിയോളജി പറഞ്ഞു, ബീയിങ്ങും വെൽ ബീയിങ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു സംഗതി, നമ്മളൊക്കെ ബീയിങ്, നമ്മൾ ഈ അവസ്ഥയിൽ നിന്നും എപ്പം വേണേലും നമുക്ക് കറക്റ്റ് ചെയ്ത് പോകുവാനുള്ള അവസ്ഥയുണ്ട്. അതിനുശേഷം ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ വായിച്ചപ്പോൾ, ലുത്തിനിയ വായിച്ചപ്പോൾ അതിനകത്ത് ഈ വെൽബീയിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാണെന്നറിയോ? ഒരുവന്റെ മരണം കാലിൽ തൊട്ട് തല വരെ എത്തുന്നതിന് ഇടയ്ക്ക് എന്നാ വേണം? നമ്മൾ സാധാരണ അതൊന്നും ശ്രദ്ധിക്കാറില്ല. മരണം നടന്ന 5 കാര്യം ചെയ്തു. ഒന്നാമത് ആരെ അറിയിക്കുന്നത്? 12 ഇടുന്ന ആളെ അറിയിക്കും. രണ്ടാമത് ആരെ അറിയിക്കുന്നറിയോ? ഏതെങ്കിലും ഹോട്ടലിൽ പപ്സോ ചെപ്സോ കൊടുക്കുന്നവനെ അറിയിക്കും. മൂന്നാമത് ആരെ അറിയിക്കുന്നറിയോ? മൂന്നാമത് അറിയിക്കുന്ന ആരാണെന്ന് അറിയാവോ? പാട്ടുവണ്ടി, സെറ്റപ്പ്, മൈക്കൊക്കെ നമ്മൾ അറിയാം. 4ാമത് ആരെ അറിയിക്കുന്നറിയോ? തണുപ്പ് പെട്ടിക്കകത്ത് കൂടാതെ നോക്കാൻ വേണ്ടി 5ാമത് വിനാശിന്റെ പേരിഞ്ഞ് വന്നോളൂ. കാരണം അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗം. അടുത്ത കാലത്ത് നിങ്ങളുടെ തമാശ, ഒരു വ്യക്തിക്ക് ഇവിടെയും ഉള്ള ഒരു പള്ളിയിലെ അച്ഛന്മാരെ കളിയാക്കാൻ വേണ്ടി അച്ഛന്മാരെ കളിയാക്കണം കേട്ടോ, കളിയാക്കാൻ ഒരു പരിപാടിയാണ്. പുള്ളിക്ക് പള്ളി അധികാരങ്ങളൊക്കെ ഉണ്ട്, വലിയൊരു സൂപ്പർ എക്സിക്യൂട്ടീവ് ആയിരുന്നു. അച്ഛന്മാരെ ഒന്ന് കളിയാക്കുന്നുണ്ട്. കളിയാക്കുന്ന സമയത്ത് അവിടെ ഒരു പുരുഷൻ തൊട്ടിയുടെ കൂതാശയുടെ അവസരത്തിൽ കളിയാക്കാനുള്ള മാർഗങ്ങൾ എന്നാണെന്നറിയാവോ? ഈ കൂതാശയ്ക്ക് വരുന്ന ആശാരി, മേസ്ത്രി, മൈക്കാട്, കൂലിപ്പണിക്കാർ, 4 തരത്തിലുള്ള ആൾക്കാരുടെ കവറുകൾ എഴുതി വെച്ചു. ഓർവാണോ അല്ലെന്ന് എഴുതി വെച്ച് കഴിഞ്ഞു. ഈ അച്ഛന്മാർ വന്നവരെ ഓരോരുത്തരെയും ഒരു ഡിസ്പ്ലേ, ഒരു കളക്ഷനിൽ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് മാറി. ചിലർക്ക് ആശാരിയുടെ കിട്ടി, ചിലർക്ക് മൈക്കാടുകാരന് കിട്ടി, ചിലർക്ക് കൂലിപ്പണിക്കാരന് കിട്ടി. കാലഘട്ടത്തിന്റെ വീക്ഷണങ്ങൾ നമുക്കൊരിക്കലും അങ്ങനെയല്ല. നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. പെൺപട്ടക്കാരെ കുറിച്ചും പട്ടക്കാരെ കുറിച്ചും ആരാധനയെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചുമുള്ള വ്യക്തമായിരിക്കുന്ന കാഴ്ചപ്പാട്. പക്ഷെ അവിടെ നമ്മൾ ഓർക്കണം, ബലിപീഠങ്ങളെ കുറിച്ചും ബലികളെ കുറിച്ചുമുള്ള ബലിയെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാട് നമ്മൾ ഓർക്കണം. ആ കാഴ്ചപ്പാടിൽ വിട്ട് പക്ഷെ മറിയമിന് വ്യക്തമായിരിക്കുന്ന ആ കാഴ്ചപ്പാടും മറിയമിനെ കുറിച്ച് വ്യക്തമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടും ദൈവത്തിനുണ്ടായിരുന്നുണ്ട്. മാലാഖ എന്ന് പറയും, കൃപ നിറഞ്ഞ മറിയമേ സമാധാനം ഉണ്ടാകണേ. എന്തെന്നറിയണം? കൃപ നിറയണം. പക്ഷെ ഈ കൃപ നിറയുന്നതിന് മുമ്പ് ഒത്തിരി പെയിൻസ് ഉണ്ടല്ലേ? അവിടെ പറയുന്നുണ്ട്, പ്രവാചകന്മാരും നിവ്യന്മാരും ഒരു കാലഘട്ടത്തിൽ ഒത്തിരി വേദനകളോടും പ്രയാസങ്ങളോടും കൂടി കഴിഞ്ഞ കാലഘട്ടത്തിൽ വന്നപ്പോൾ കൃപാകാലം ആരംഭിക്കുക. ഒന്നാമത്തെ ഔവ ഇച്ചിരി എടുത്തിയാട്ടക്കാരിയായിരുന്നു. പുള്ളിക്കാരത്തേക്ക് ഒരു കോൺട്രവേഴ്ഷ്യൽ ഫിഗർ ആയിരുന്നു. അല്പം കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഏതും തോട്ടത്തിൽ കൂടി നടക്കുമ്പോഴും അരുതാത്ത ചില കൂട്ടായ്മ ബന്ധങ്ങൾ, ചില കോൺവെർസേഷനുകളിലൊക്കെ പോകുക എന്നുള്ളത്. അവിടെ ചില സംസാരം നമ്മളൊക്കെ അറിയാത്ത ചില ബന്ധങ്ങളിലൊക്കെ പെട്ടുപോകും. ചെറുപ്പക്കാരും ഇസ്തോളും അറിയാത്ത ചില ബന്ധങ്ങൾ പോകും. ഇപ്പൊ ഒരു പുതിയ പാപങ്ങളുണ്ട്. എന്നാണെന്ന് അറിയാം, അച്ഛന്മാർ ഞങ്ങൾ പഠിക്കുന്ന ഒരു ഭാഷ സൈബർ സിൻ എന്ന് പറയും. സാധാരണ ഇത്രയും പുസ്തകത്തിലെ പാപങ്ങളെ ഉണ്ടായിരുന്നു. ഈ സൈബർ സിന്നിന് നമ്മൾ പാപപരിഹാരം ഇപ്പൊ കൊടുക്കണമെന്നുള്ളത്. ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഇല്ലാത്ത കുന്തം കൂടെ ചക്രം ഒക്കെ പിള്ളേർക്കുണ്ടെന്നുള്ളത്. ഇപ്പൊ സൈബർ സിന്നിന്റെ പാപങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. പലതരം 21ാം നൂറ്റാണ്ടിലെ ഒരു കാലഘട്ടത്തിൽ ഒരു ഇലക്ട്രോണിക്കൽ ആയിരിക്കുന്ന മെക്കാനിക്കൽ ഡിവൈസസ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ, ബ്രെയിൻ വർക്ക് തന്നെ ഇലക്ട്രോണിക്കലി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ബ്രെയിൻ ജാമിങ്ങിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിൽ പലതരം കാലഘട്ടങ്ങൾ പ്രശ്നങ്ങളൊക്കെ അത് പേരുണ്ട്. ദമ്പതിമാരുടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. പാസ്വേഡ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. പള്ളിയിലെ പാസ്വേഡ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകും എന്ന് പറയുമ്പോൾ അവിടെ തന്നെ പറയും, ആരും മിണ്ടാതിരിക്കും. കൂട്ടത്തിൽ ഞങ്ങൾ പറയും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. അവിടുത്തെ ആത്മാവിനും ഒരു കൂട്ടുത്തരവാദിത്തമായിരിക്കുന്ന ഒരു ആരാധനയുടെ വ്യവസ്ഥിതി. ഉദാഹരണത്തിന് ഇതിനകത്ത് അപ്പേതകിലേക്ക് ഇന്നരം അഖിലമൂറ് ഭയങ്കര അടിപൊളി പരിപാടി. കൈമുത്തിന്റെ സമയത്തെ പാട്ടുകൾ, സിയോൻ സഞ്ചാരുക, യേശുവിൽ ചാരുക, ബന്ധക്കോസിയുടെ പരിശുദ്ധാത്മാവേ, നടപടിക്രമത്തിൽ നിന്ന് മാറിപ്പോവുക.
അടിപൊളി, നല്ല ബെസ്റ്റ് സെറ്റപ്പ് പരിപാടി, നല്ല ഗെറ്റപ്പ് പരിപാടി. ഇന്നത്തെ കുർബാന നല്ല അടിപൊളി സെറ്റപ്പ്. ചിലർ പറയും എന്താ വെച്ചാൽ പഴയതുപോലെ കുർബാനയ്ക്ക് ഒരു അത് ഈ ആട്ടയുടെ പ്രശ്നമാണോ വെച്ചാൽ ഈ കുർബാനയ്ക്ക് പണ്ടത്തെ പോലെ ഒരു രുചി പറയാൻ നോക്കില്ല. അത് അതിന്റെ തിയോളജിയാണ്. വിശുദ്ധ കുർബാനയെ പറ്റി നമ്മുടെ കാഴ്ചപ്പാടിനെ പറ്റി ആട്ടയെ അനുസരിച്ചാണ് കുർബാന ഇരിക്കുന്നത്. ഗോതമ്പപ്പം എപ്പോഴും അപ്പവീഞ്ഞുകളായിട്ട് മാറുന്നുള്ളൊരു കാഴ്ചപ്പാടുകളിലേക്ക്, ഒരു കാറ്റഗറിസത്തിലേക്ക് നാം ചിലർ പറയും 3 മണിക്ക്, അല്ലെ ചിലർ വെച്ചാൽ മാമോദിസ 12 മണി, 12 ഒന്ന് തീർത്തിട്ട് ഒരു 12:30 ആകുമ്പോൾ ചെറുത്തേക്കാം. നേരെ ഈ കോഴി ബിരിയാണി അവിടെ നിന്നിട്ടൊന്ന് ജസ്റ്റ് ലൈക്ക് കൺവീനിയന്റ്. ആ കുഴപ്പമില്ല തോന്നാച്ചാൽ നീ 12 വന്നാൽ ഞാൻ അടിച്ച് തീർത്തുന്നേക്കാം. 12:30 ആകുമ്പോൾ തീർത്തിരുന്ന കാര്യം ഞാൻ. പക്ഷെ കുർബാനയിലെ കാറ്റഗറിസമാണ്, വിശുദ്ധ മാമോദിസ കാറ്റഗറിസമാണ്. എല്ലാവരും അവിടുന്ന് ഇവിടുന്ന് തപ്പിനോടും തപ്പിനോടും ഈ വലിയ പിൽഗ്രിംസ് ആണെന്ന് പോലും നമുക്ക് ഗതികേടൊക്കെ. ഇപ്പം 3 മണിക്ക്, ആ 3 മണിക്ക് മാമോദിസ നടത്തുന്നതിന് 3 മണിക്ക് നടത്തുന്നതിന് എന്നെ തെറ്റി. പക്ഷെ അവിടെ ബലിപീഠത്തിൽ എടുത്തു വെക്കുന്ന ബലിവസ്തു ഉണ്ടല്ലോ, തിരുശരീര രക്തങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ അതിന് പറയുന്നറിയില്ല. എപ്പം വേണേലും എങ്ങനെ വേണേലും ഏത് തരത്തിൽ വേണേലും നടത്താവുന്ന ഒരു കൺവീനിയന്റ് കരുതി. ഇപ്പൊ മാർഗങ്ങളിൽ നാം വ്യതിചരിക്കുന്നുണ്ടെങ്കിൽ അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛനെ പറ്റിയ ഒരു കാര്യം ചെയ്യും, അച്ഛനോട്ട് ഇങ്ങോട്ട് എഴുതുന്നത് ഞാൻ പറ്റുന്നിടത്ത് കൊണ്ട് പറ്റിച്ചോളാം. എന്നാ നീ ഒരു കാര്യം ചെയ്യും, പറ്റുന്നിടത്ത് കൊണ്ട് എന്ന് പറ്റിച്ച്. ഇപ്പൊ നമ്മുടെ കാഴ്ചപ്പാടില്ല, പണ്ട് നമ്മുടെ മാമോദിസ എന്നൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. മാമോദിസ കല്യാണം എന്ന് പറയുന്നത് ഒരുക്കം വേണം. തലതൊടുന്ന ആൾക്ക് ഒരുക്കം വേണം, മുക്കുന്നവർക്ക് ഒരുക്കം വേണം, പുതപ്പിക്കുന്ന കോട്ടൺ തുണിക്ക് വരെ ഒരുക്കത്തോടു കൂടി. ഈ അടുത്ത കാലത്ത് ഒരു മാമോദിസ കൊച്ചു നീറും ഇടപെടാതെ കിടന്ന് കരയുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു പരിപാടിയുണ്ട്, ചോർപ്പ് പോലത്തെ ഒരു സാമാനം വായിക്കാത്തോണ്ട് അടിച്ചു. അതോടുകൂടി കൊച്ചിന്റെ കൊച്ചിന് കൂടുന്നെങ്കിലും കരച്ചിൽ പറയുന്നു. വലിയ സങ്കടമാണ്. ബാലപീഡനത്തിന് എനിക്ക് തോന്നി അച്ഛന്മാരും അകത്ത് പോകുന്നത്. എട്ടും പൊട്ടും തിരിയാത്ത ഒരു കൊച്ചു കിടന്ന് നിലവിളിച്ച് കയറി. കാരണം എന്നാണെന്നറിയോ, ഇതിനെ പുതപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ആ വെള്ളപ്പുതപ്പുണ്ടല്ലോ, ഇത് കഴുകാതെ കൊണ്ടുവന്നിട്ട് ഇതിലൊരു ഡൈ ഉണ്ട്, ഇതിൽ അടിക്കുന്ന ഒരു ഡൈ ഉണ്ട്. ഇതൊന്ന് കഴുകുമ്പോൾ ഇതങ്ങോട്ട് ചെന്നിട്ട് കൊച്ചിന് ആകെപ്പാടെ അത് ശുശ്രൂഷ നടത്തിയിട്ട് പറയും. 2 കാര്യം എന്ത് പെട്ടെന്ന് തോന്നി, അതിനെ പരിശുദ്ധാത്മാവിന്റെ പരിജ്ഞാനം കിട്ടണം. അന്നേരം തോന്നി അച്ഛാ ഇത് സംഗതി കുഴപ്പമാണ്, കൊച്ചു കരയുന്ന കേട്ടോ. കൊച്ചിനെ ഇപ്പോഴത്തെ കൊച്ചുങ്ങളെ ആരും നമ്മൾ കരയിക്കാറില്ല, കരയാൻ അനുവദിക്കാറില്ല. പക്ഷെ അതിനുശേഷം പിള്ളേരെ വളർന്നു വന്ന് ആരെയും കരയിക്കുന്നറിയോ, അപ്പന്റെ അമ്മയുടെ വായിലോട്ടൊരു ചോർപ്പ് തിരിച്ചു വെച്ചു കേട്ടോ. ആ ചോർപ്പിനുള്ള അവകാശങ്ങൾ ഏത് ചെറുപ്പത്തിൽ ഇവന്റെ വായിലേക്ക് നാം വെച്ചു കൊടുത്തിരിക്കുന്ന ഈ ചോർപ്പ് കുർബാനയിൽ കൊടുക്കുമ്പോൾ പരദീസയിലാകാൻ രുചി നോക്കാത്ത പലവും നോക്കി പറഞ്ഞു അവന് കൊടുക്കുന്നത്. സുരക്ഷക്കാരുണ്ടോ ഒരു കുഞ്ഞിനെ എടുക്കുമ്പോൾ എന്ത് സന്തോഷമാണെന്ന് അറിയോ? എന്നെ സന്തോഷം, കവറിന്റെ വലിപ്പം നോക്കിയുള്ള സന്തോഷമല്ല, വലിയൊരു സന്തോഷം. സഭ സന്തോഷിക്കും. കൊച്ചിനെ എടുക്കാൻ സാധിച്ചില്ല. കർത്താവ് ഒരു കൊച്ചു ഏറെക്കാലം നമ്മൾ പോയി ദൂചായിട്ട് ചോദ്യത്തിനെ രക്ഷപ്പെടുത്താൻ ഇവനെയെങ്കിലും യേശുക്രിസ്തു, ഇവിടെയെങ്കിലും യേശുക്രിസ്തുവെങ്കിലും ഒന്നും. യേശുക്രിസ്തു പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ പറയും, എന്നെ മാമോദിസ നമുക്ക് ആരാണെന്ന് അറിയാം. പ്രായമുള്ളവർ നമ്മുടെ കല്യാണം നടത്തി ഇന്നത്തെ വലിയ കേട്ടോ, നമ്മുടെ അപ്പച്ചനെ അടക്കിയ അച്ഛനാകട്ടോ. അന്നത്തെ കാലത്ത് ഇടിപൊട്ടി പിള്ളേർക്ക് കർക്കിടക മാസത്തിൽ അച്ഛൻ്റെ ആവാൻ കമ്മീസൊക്കെ ഇങ്ങനെ ചേർച്ച് കയറ്റി വരുന്ന മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചിത്രം മറിയമിനെ കുറിച്ചുള്ള ചിത്രം, സഭയെ കുറിച്ചുള്ള. അത് സ്ത്രീകളോട് ചിരിക്കാൻ പറയും. ഇപ്പൊ മുഴുവൻ മിസ്ഡ് കോളിന്റെ പുറകെ പോകും. റേഡിയോ മാങ്കോ എന്ന് പറയും, റേഡിയോ ജോക്കി എന്ന് പറയുന്നത്. അതിനകത്ത് കേൾക്കുന്ന കുടികളൊക്കെ പറയും, വേണമെന്നൊന്നും പറയുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ പറയുന്ന ഒരു കാര്യം ഏതാണെന്ന് ചോദിച്ചാൽ, അവൻ പാറയെ ജലതടാകവും തീക്കലിനെ. ഇതിനു മുമ്പുണ്ട് 114-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഇസ്രായേൽ മിസ്രൈമിൽ. ഇസ്രായേൽ എന്നുള്ള പേര് തുടങ്ങുന്ന എന്നാണ്? അബ്രാമിന്റെ കാലത്ത് തുടങ്ങിയോ? യാക്കോബിന്റെ കാലത്ത് തുടങ്ങി. എന്നാ ഇസ്രായേൽ എന്നുള്ള പേര് കിട്ടുന്നത്? 12 മക്കളാണ്. യാക്കോബിന് ഒരു പെൺമകളുണ്ട്. 12 ആണും ഒറ്റ പെണ്ണും. ആരായിരുന്നു അറിയാം? പെണ്ണു 1, 2 എത്ര പെൺപിള്ളേരുണ്ടായിരുന്നു? എനിക്ക് തെറ്റെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്യാമല്ലോ. 10-ാമത്തെ ചാപ്പലി വന്നപ്പോൾ അവിടെ പേരെന്നായിരുന്നു? ദീന എന്ന് പറയും. 12 ആൺപിള്ളേർ ഗോത്രസംഖ്യക്ക് പറയുമ്പോൾ. പക്ഷെ ഈ യഹൂദന്മാരെന്നായെന്നറിയാം 12 പേരെ മാത്രമേ ഓർക്കൂ. ദീനയെ പറ്റി ഓർക്കാറില്ല. ദീനയെ പറ്റി ഓർക്കാത്തതിന്റെ ഒരു കാലഘട്ടമുണ്ട്. അവിടെ ഇങ്ങനെ ഓടാടിയൊക്കെ സഞ്ചരിച്ച് കഴിയുമ്പോൾ ഒരു ചെറുക്കിന് ഭയങ്കര ഉണ്ടാവും. സ്റ്റോറിയൊക്കെ അവിടെ ഉണ്ട്. വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവനിവിടെ ഇഷ്ടമാണെന്നൊക്കെ പറയും. വലിയ പ്രശ്നങ്ങളുണ്ടാവും. അത് വലിയൊരു പ്രതിസന്ധിയിലാക്കിയിട്ട് യാക്കോബ് തന്നെ പറയുന്നുണ്ട്, വേണ്ടാത്ത പുലിവാലിനകത്തെല്ലാം ചാടി വേണ്ടാത്ത കുഴപ്പങ്ങൾ ഒപ്പിച്ച് എന്റെ ഈ തലയെ നീയൊക്കെ നിറയോടുകൂടി കുഴിയിലേക്ക് ഇറക്കോടാ മക്കളെ എന്നൊക്കെ ചോദിക്കുന്നത്. യവന്മാർ കയറി ഒരു പൂശങ്ങ് പൂശി എന്നുള്ള വേദസ്ഥം വായിച്ചു കൊടുത്തു. ദീന എന്നാ പറയുന്നത് അല്ലേ? ദീന എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് അല്ലെ? സഭയെന്ന് പറയുന്നത് നമ്മൾ പുതിയ നിയമം ഇസ്രായേൽ. ചർച്ച് ഇസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നാണ്. ചർച്ചിനെ പറ്റിയ ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഇസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നാണ്. കർത്താവിന്റെ തിരുശരീര രക്തങ്ങൾ.
തിരുശരീര രക്തങ്ങൾ അനുഷ്ഠിക്കുന്നില്ലെങ്കിൽ, അനുഷ്ഠാനത്തിൽ പങ്കുചേരുന്നില്ലെങ്കിൽ, അനുഷ്ഠാനത്തിലേക്ക് ബന്ധപ്പെടുന്നില്ലെങ്കിൽ സഭയല്ല, സഭ അംഗമല്ല. ചുമ്മാതെ മാസവരെയും കാര്യം കൊടുത്തുകൊണ്ട് മാത്രം തെക്കോട്ടും വടക്കോട്ടും നടന്ന് വേദത്തെ 24 മണിക്കൂർ വായിച്ചുകൊണ്ടിരുന്നാൽ സഭയുടെ അംഗമാകണമെന്നുണ്ടെങ്കിൽ സഭയുടെ ചൂടടയാൾ ആരും പതിയണം, നമ്മളിൽ പതിയണം എന്നാണ്. ഇസ്രായേൽ അവിടെ പറയുന്നുണ്ട്, യഹോവയെ സ്തുതിപ്പി. ഇസ്രായേൽ എവിടെ നിന്നാ പോരുന്നേ? ഇസ്രായേൽ ഏത് സ്ഥലമായിരുന്നു? പ്ലേസ് ഓഫ് സ്ലേവറി അല്ലെ, അടിമത്തത്തിന്റെ ദേശത്തിൽ നിന്നും ഇസ്രായേലിനെ. പക്ഷെ ഇവര് സമൃദ്ധിയുടെ ദേശത്തേക്ക് പോയതാ, ഇവർക്ക് പറ്റിയല്ല. യോസെഫിന്റെ രക്ഷാകര പദ്ധതി ഉണ്ടായി പോയപ്പോ അവിടെ നല്ല സെറ്റപ്പിലായി സഹോദരന്മാരും വന്ന് എല്ലാരും കൂടി ഇങ്ങോട്ട് പോരാൻ പറഞ്ഞ് അവിടെ ഇങ്ങ് താമസിച്ച് ആടുവളത്തിലും മാടുവളത്തിലും ബിസിനസ്സും ഒക്കെ. ജോസഫ് നല്ലൊരു ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു കേട്ടോ. ജോസഫ് ഭയങ്കര ബുദ്ധിമാനായിരുന്നു. ജോസഫ് വലിയൊരു കുത്തകയായിരുന്നു. ജോസഫ് മറ്റുള്ളവരുടെ കാര്യങ്ങളും എല്ലാം ഫറവോന്റെ പേര് വെച്ചിട്ട് ഇത് മുഴുവൻ ഈ കൃഷിനിലങ്ങളും കാര്യങ്ങളും ഒക്കെ ആരുടെ പേരിൽ എഴുതി മേടിച്ചെന്നറിയാവോ? ബിനാമി ഇടപാട് റിയൽ എസ്റ്റേറ്റ് മുഴുവൻ ആര് മേടിച്ചു? ജോസഫ് മേടിച്ചു. എന്നിട്ട് ഈ മിസ്രൈംകാർ പോലും ചെല്ലുമ്പോൾ ജോസഫിന്റെ അടുത്ത് എന്നാണ് കൃഷിനിലത്തിന് ആവശ്യമായിരിക്കുന്ന വിത്തും വളമൊക്കെ മേടിക്കേണ്ടത്. അതുകൊണ്ടാണ് മിസ്രൈന്മാര് പിന്നെ വന്ന പർവ്വന്മാര് വന്നപ്പോ ഇസ്രായേലിനെ വിറക് പോലും കൊടുക്കാതെ ഇഷ്ടിക ചുടിപ്പിച്ചിട്ട് നിലവിളിപ്പിച്ചതിന്റെ ഒരു പിന്നിൽ ഈ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന ജോസഫിന്റെ ചില കുടില ബുദ്ധികൾ ഉണ്ടായിരുന്നുള്ളത്. അപ്പൊ കാലഘട്ടത്തിൽ ഗ്ലോബലൈസേഷൻ ഒക്കെ നടക്കുമ്പോൾ ഓർക്കണം, ഏത് കുടില ബുദ്ധിയായിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ പോയാലും പിടിച്ച് അടി കിട്ടി ശരിയാക്കി സൂപ്പാക്കി ദൈവം വിട്ടുമെന്നുള്ളത് വീണ്ടും നമ്മൾ ഓർക്കാം. അവിടെ ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും വീണ്ടും യാക്കോബിൻ ഗ്രഹം, അവിടെ പറയും യാക്കോബിൻ ഗ്രഹം എന്ന് പറഞ്ഞ ഏതാ? ഇസ്രായേൽ എന്ന് പറയുന്ന ഗോത്രസംഖ്യക്കൊത്ത 12 പേരും യാക്കോബിൻ ഗ്രഹം അല്ലെ. അവരെന്ത് ചെയ്യും? മിസ്രൈമിലെ സുഖകരമായിരിക്കുന്ന അനുഭവത്തിൽ യോസഫ് അവരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പോയപ്പോൾ അവിടെ താമസിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നിന്നും പ്രവാസത്തിലേക്ക് പോകുവാനുള്ള ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ അവിടെ ന്യായപ്രമാണ കാലഘട്ടം വീണ്ടും വായിക്കുക. അന്യഭാഷകളുടെ അവരെവിടെയാ? മിസ്രൈമിൽ ഈജിപ്ഷ്യൻസിന്റെ നടുവിൽ അന്യഭാഷകളും അന്യ ആരാധനകളും അന്യദേവന്മാരെയും ഒക്കെ കണ്ട് പരിശീലിക്കുന്ന ഒരു സങ്കര ബ്ലൻഡഡ് കൾച്ചറിലേക്ക് പോകും. ബ്ലണ്ടഡ് കൾച്ചറും ബ്ലൻഡഡ് കൾച്ചറും രണ്ടെണ്ണം ഉണ്ടോ? രണ്ടും ഇപ്പം നടക്കുക. കോഫി വിത്ത് ചിക്കറി എന്ന് പറയുന്നത്. പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ചില ഡൈലൂഷൻസ് ഒക്കെ ഉണ്ടായ ഡൈലൂഷൻസ് തിയോളജി എന്ന് പറയും. ഡൈലൂഷൻസ് തിയോളജി ഉണ്ടെങ്കിൽ അത് കൺവീനിയൻസ് ഇച്ചിരിയൊക്കെ. പക്ഷെ എത്ര പരിധി വരെ വെള്ളം ചേർക്കാവുന്നുള്ളൂ. ചിലപ്പോൾ വീഞ്ഞിനകത്ത് വരെ വെള്ളം ചേർക്കുന്ന അവസ്ഥ, തിരുശരീര രക്തങ്ങൾ അപവീഞ്ഞായിട്ട് മാറുന്ന അവസ്ഥ, ഇത് തികയാതെ വരുമ്പോൾ തികയ്ക്കുന്ന അവസ്ഥ, അത് നമുക്ക് വളരെ അറിയാം. പ്രൊഫഷണലിസത്തിന്റെ ഒരു കാലഘട്ടമാണ്. പ്രീസ്റ്റ്ഹുഡും എല്ലാം ഒരു പ്രൊഫഷണലിസത്തിലേക്ക് പോയിക്കൊണ്ടൊരു കാലം. വീണ്ടും വായിക്കുക. അന്യഭാഷയുള്ള ജാതികളുടെ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദ അവന്റെ വിശുദ്ധം. യഹൂദദേശത്തിലെ ബേത്ലഹേമിൽ നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. കർത്താവിന്റെ ജനനത്തിൽ യഹൂദയുടെ കാഴ്ചപ്പാട്. ഇസ്രായേൽ രണ്ടെണ്ണമാണ്, യഹൂദയും ഇസ്രായേൽ 10-ൽ 2 തിരിക്കുന്ന ഒരു കാലം. വീണ്ടും വായിക്കുക. ഇസ്രായേൽ അവന്റെ ആധിപത്യവുമായി തീർന്നു. സമുദ്രം കണ്ട് ഓടി എന്നാണ്. ആരെ കണ്ടിട്ട് ഓടി? സമുദ്രത്തിനോട് ഓടണം എന്നാണ്. സുനാമിയൊക്കെ അടിക്കുന്നുണ്ട്. ദൈവം പറഞ്ഞോണ്ട് അവിടെ നിൽക്കാൻ പറയുക. ദൈവം പറഞ്ഞ് അടിക്കാൻ പറഞ്ഞാൽ സമുദ്രം സുനാമി അടിച്ചു പോകണം. പ്രകൃതിയോട് പറഞ്ഞിരിക്കുക, അവിടെ നിന്നോ, അവിടെ നിൽക്കാൻ പറയുക. സമുദ്രം കണ്ട് ഓടി എന്നാണ്. വീണ്ടും വായിക്കുക. യോർദാൻ പിൻവാങ്ങിപ്പോയി എന്നാണ്. എങ്ങോട്ടാ പിൻവാങ്ങിപ്പോയെ? അപ്പൊ അതിന്റെ ഈ കൃപയുടെ കാലഘട്ടങ്ങളാണ്. സമുദ്രം കണ്ട് ഓടുന്നു, യോർദാൻ പിൻവാങ്ങിപ്പോകും. കർത്താവായ യേശു തമ്പുരാൻ യോർദാനിൽ ഇറങ്ങി നിൽക്കുമ്പോൾ അല്ലെ, യോർദാൻ പിൻവാങ്ങിപ്പോകും. എല്ലാ മലിനതകളും നീക്കുക. പ്രകൃതിയുടെ പരിസ്ഥിതിയിൽ എല്ലാ മലിനതകൾ പോകും. കേരളത്തിൽ ഇപ്പോൾ ആകെപ്പാടെ പ്രശ്നം ഉണ്ടാക്കുന്ന മുഴുവനതാ. എത്ര ടൈപ്പ് വൈറസ് എന്നുണ്ട്, എത്ര ടൈപ്പ് പനി ഉണ്ടെന്ന്. പണ്ട് ഈ മിക്സർ എന്ന് പറഞ്ഞൊരു സാധനമാണ്. വലിയ കുപ്പിക്കകത്ത് ഇങ്ങനെ കമ്പൗണ്ടർ, ഡോക്ടർ എന്ന് പറയും. അത് നമ്മൾ കമ്പൗണ്ടർ എന്ന് പറയും. പുള്ളി ഒരു കുപ്പിക്കകത്ത് പുള്ളിക്ക് ഇഷ്ടമുള്ളവർ കൂടുതൽ കൊടുക്കും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ, ആ മിക്സർ കഴിച്ചു കഴിഞ്ഞാൽ സകല പനിയും പോകുന്നു. ഇപ്പൊ അതല്ല, പല തക്കാളിപ്പനി, വയറുപനി, എന്തെല്ലാം ടൈപ്പ് പനികളാണ് നമ്മുടെ. അടുത്ത കാലത്ത് പറയും ഡെങ്കിപ്പനിയിൽ ഒരു പുതിയ വൈറസ് ഫോം ചെയ്തെന്നാണ്. അത് സർവൈവ് ചെയ്യാൻ മേലാത്തൊരു വൈറസ് ആണെന്നാണ്. വീണ്ടും വായിക്കുക. പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും കുന്നുകൾ കുഞ്ഞാടുകളെ പോലെയും തുള്ളി. പർവ്വതങ്ങൾ മുട്ടാടുകളെ. ഈ പർവ്വതം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തി എന്റെ സഹായക്കാരൻ. അതുവരെയുള്ള ന്യായപ്രമാണത്തിന്റെ ദൈവ സാന്നിധ്യം ദേവാലയത്തിൽ നഷ്ടപ്പെട്ടു പോകും. കർത്താവിന്റെ ഒക്കെ കാലഘട്ടം വരുമ്പോൾ ന്യായപ്രമാണം മാത്രമേ ഉള്ളൂ. ദേവാലയത്തിൽ പ്യൂറായിരിക്കുന്ന കച്ചവടം നടന്നുകൊണ്ടിരിക്കും. എല്ലാ തരത്തിലുള്ള ഒരു മലിനവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം, എല്ലാ തരത്തിലും ശുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് കൃപയുടെ കാലം ആരംഭിച്ച് ന്യായപ്രമാണത്തിന്റെ ഉടമയായിരിക്കുന്ന കർത്താവും രാജാവും മറിയം എന്ന ബലിപീഠത്തിലേക്ക്, ആ ത്രോണോസിലേക്ക്, ഈ സിംഹാസനത്തിലേക്ക് ആരിറങ്ങി വരിക? തമ്പുരാൻ കർത്താവ് ഇറങ്ങി വരിക. വീണ്ടും വായിക്കുക. സമുദ്രമേ നീ ഓടുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ നീ എങ്ങോട്ടാ ഓടുന്നത്? നിന്റെ ഓട്ടം എങ്ങോട്ടാ? സമുദ്രം പണ്ടൊന്നും മാറി. എവിടെയാ മാറിയത്?
മോശ അവിടെ ചെന്ന് നിലവിളിച്ചില്ലേ, ഇവരെല്ലാരെയും കൂടി വന്ന് ഞാൻ നിങ്ങളെല്ലാം ശരിയാക്കി അക്കരയ്ക്ക് കൊണ്ടുപോകാന്ന് പറയും. അവിടെ ചെന്ന് നിന്നപ്പോ മോശ പോലും കയ്യിലാകപ്പാടെ കൊടുത്തിരിക്കുന്ന ബാങ്ക് ബാലൻസ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല, കോടിക്കണക്കിന് സമ്പാദ്യങ്ങളില്ല, പ്രത്യേകിച്ച് സിംഹാസനങ്ങളില്ല, മെത്രാസനങ്ങളൊന്നും മോശയ്ക്ക് കൊടുത്തില്ല. മോശ ഈ ജനത്തെ ദൈവത്തിന്റെ വാഗ്ദത്തന പ്രകാരം ഒരു മുട്ടുപടിയും പിടിച്ചുകൊണ്ട് ചെങ്കടലിൽ നടുവിൽ ചെന്നപ്പോ ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ സീ എന്ന് പറയും. ആരാ? ഫറവോന്റെ സൈന്യങ്ങളെല്ലാം ഇങ്ങോട്ട് വരുന്നു, ജനം അവിടെ നിൽക്കുന്നു, ചെങ്കടലിൽ അവിടെ നിൽക്കുന്നു. മോശ കിടന്ന് നിലവിളിച്ചപ്പോൾ ജനമെല്ലാം നിനക്ക് വേറെ ഒരു പണിയുമില്ല, വലിയൊരു പ്രതീക്ഷ നീ ചെങ്കടലിന് നടുവിൽ കൊണ്ട് ഇവിടുത്തെ ഉപ്പുവെള്ളം കുടിച്ച് ഒന്നുമില്ലേ ഉപ്പുവെള്ളം കുടിച്ച് ചാകണം അല്ലേ ഫറവോന്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പോക്കാണ് നിലവിളിച്ച് മോശയോട് പറഞ്ഞു നീട്ടുക. കൈ നീട്ടി വടിയെടുത്തിട്ട് എന്ത് ചെയ്യണം? സമുദ്രം പിന്മാറിപ്പോയോ? സമുദ്രം പിന്മാറിപ്പോയിട്ട് ജനം ഉണങ്ങി വരേണ്ട ദേശത്തൂടി അക്കരയ്ക്ക്. എന്നിട്ട് യോവന്മാർക്കും മനസ്സിലായില്ല നമ്മളൊക്കെ എന്നെ കഴിഞ്ഞ് എന്ത് പേരാണെന്ന് അറിയാം. ഉണങ്ങി നിലത്തൂടി അക്കരയ്ക്ക് പോയിട്ട് യുവന്മാർക്ക് പെറുപെറുപ്പ് മഞ്ഞയും കാടപ്പെട്ടി തിന്നിട്ട് അവർക്ക് പെറുപെറുപ്പും മുറുപെറുപ്പും ഉണ്ടാവുമ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ധാർഷ്ട്യത്തെ പറ്റി, പീപ്പിൾ ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ആ ധാർഷ്ട്യത്തെ പറ്റി, നമ്മുടെയൊക്കെ ധാർഷ്ട്യത്തെ പറ്റി ഈ കൃപാകാലഘട്ടത്തിൽ ഒന്ന് ചിന്തിക്കുക. വീണ്ടും വായിക്കുക. പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെയും തുള്ളുക. എലിസബത്തിന്റെ അടുത്ത് ചെന്ന് പാര തുള്ളി. എലിസബത്ത് തുള്ളിയോ? ആര് തുള്ളി? പിള്ള തുള്ളി. എലിസബത്ത് തുള്ളി ആറ് പുള്ളിക്കാർ തുള്ളിയിരുന്നെങ്കിൽ കാലിൽ ഇടറി ആകെ പാടച്ച. ഇന്ന് പലരും നിന്ന് തുള്ളുക. തുള്ളലൊക്കെ കഴിഞ്ഞ് ഈ പണ്ട് ഈ സ്ത്രീകളെയൊക്കെ പേറ്റിന് വിടുന്ന ഒരു കർമ്മം ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ച മാതാവിന്റെ ഒരു പടമൊക്കെ കൊടുത്ത് എന്നാൽ ഒരു പുതിയ അനുഭവത്തിലേക്ക് ഇവിടെ പോകും. ഒരു പുതിയ തലമുറയെ വഹിച്ചുകൊണ്ട് ഇവിടെ പോകുമ്പോൾ ഇവക്ക് എന്നാ ദൈവാനുഭവം ഉണ്ടാക്കി കൊടുക്കുക. എന്റെ മോളെ അടങ്ങി ഒതുങ്ങി ഒക്കെ പോകണമെന്ന് പറഞ്ഞ് വിടുക. കൗൺസിലിംഗും കൊടുക്കുമായിരുന്നു. എങ്ങനെയാ കൗൺസിലിംഗ് കൊടുത്തോണ്ടിരുന്നത് പണ്ട്? എങ്ങനെ കൊടുത്തോണ്ടിരുന്നത്? ഈ കല്യാണം കഴിക്കുന്ന എൻഗേജ്മെന്റ് ഡേറ്റ് ഉണ്ടല്ലോ, കഴിയുമ്പോൾ പ്രായമുള്ളവരൊക്കെ ഈ പെണ്ണിനെ വിളിച്ചിട്ട് പറയും ഇന്ന് നീ യാത്ര ഇച്ചിരി കുറയ്ക്കണം, അടങ്ങി ഒതുങ്ങി പോകണം കേട്ടോ, വേറെ വീട്ടിലോട്ടാ പോണേ. അവിടുത്തെ എന്റെ മോളെ ഇവിടെ വന്നപ്പോൾ നിന്റെ അപ്പനും വല്യപ്പനും ഒക്കെ ആരാ പാർട്ടി എന്നറിയാവോ, അടിച്ച് സൂപ്പാക്കിയിട്ട് എന്റെ മോളെ ഞാൻ മര്യാദയ്ക്ക് ഇങ്ങനെ നിന്നത് കൊണ്ടാണ്. ഇപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക. ആരാ ബേസിക് കൗൺസിലിംഗ് കൊടുക്കുന്നേ? അമ്മയല്ലേ വല്യമ്മന്റെ പേരമ്മയൊക്കെ. എന്റെ മോളെ അവിടെ ചെന്ന് നമുക്ക് വെറുതെ പേരുദോഷം നീ ഉണ്ടാക്കിയേക്കരുതെന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. അച്ഛൻ്റെ അടുത്തും കൊടുക്കും. കുമ്പസാരമൊക്കെ കഴിഞ്ഞ് മര്യാദയ്ക്ക് പഴയ ഒരു 20-25 വർഷം മുമ്പ് കല്യാണം നടത്തുന്ന ഈ കുർബാനയോട് കൂടിയായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ കല്യാണം. കെട്ടിച്ച് കയറ്റത്തിന് ആര് മാത്രം പോകുള്ളൂ എന്നറിയാമോ? നമുക്ക് വേണ്ടപ്പെട്ടവരെ മാത്രമേ പോയി. ഇപ്പൊ അതൊക്കെ ഒന്ന് മാറുക. ചെറുക്കൻ എങ്ങനെ ജീവിക്കണം, പെണ്ണെങ്ങനെ ജീവിക്കണം, ഏത് തരത്തിലുള്ള കോസ്മെറ്റിക്സ് എടുക്കണം. നവാസിൽ ഐഡിയ റിയാലിറ്റി ഷോ പോലെ അവിടെ അടുത്ത കാലത്ത് ഒരു കല്യാണം ആഫ്രിക്കൻ കൾച്ചറിലാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ ചാടിയാണ്. പക്ഷെ കണ്ടപ്പോ നല്ല രസമായിട്ട് ഇങ്ങനെ ഒന്ന് ചാടും, ഒന്നങ്ങോട്ട് ചാടും. ഈ പെണ്ണിന് ഇങ്ങനെ പുറകിൽ ഇങ്ങനെ വാല് കിടക്കും. വിവാഹ വസ്ത്രം ശരിക്കാൻ പറയും. ഇതെല്ലാം സെറ്റപ്പ് നിൽക്കുന്ന ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്ന ആരാണറിയോ? ഈ മാല ഒരാളിങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട്. തിയോളജിയൻസ് ഉണ്ട്, വേദശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്. വിവാഹ വസ്ത്രത്തെ കുറിച്ച് ആർക്കും ഒരു പറയാൻ വേണ്ട. പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ മോളല്ലേ അത് തെറിച്ചു പോകും. എടപ്പള്ളിയിലെ അച്ഛൻ ഇങ്ങനെ ഈ ബലി നടക്കുന്നു. എൻ്റെ ഇവിടെ വീഡിയോക്കാർ വരുന്നു. വീഡിയോക്കാരൻ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണ്ടുന്ന ഒരു കാലഘട്ടം കൂടി ഇങ്ങനെ പോവുക. ഞങ്ങൾ അച്ഛന്മാർ മിക്കവാറും കല്യാണത്തിന് വരുന്ന പ്രസംഗം കട്ട് ചെയ്യുന്ന ആരുടെ ആയിരിക്കും അറിയാം. വീഡിയോ കണ്ടിട്ടുണ്ടോ? കാശ് കൊടുത്ത് കഴിയുമ്പോൾ കത്രിക സെൻസറിങ് എല്ലാം വന്നു. കാര്യങ്ങളും മധുരവും വഴിയും കിരീടധാരണത്തെ കുറിച്ചൊക്കെ ഗംഭീര പ്രസംഗവും കഴിഞ്ഞു. കിരീടവും കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പൊ എനിക്ക് ഒരു കൗൺസിലിംഗ് ആവശ്യം. എന്നതിനെ കുറിച്ചാണ് വിവാഹ വസ്ത്രത്തെക്കുറിച്ച്. അമ്മമാർക്കൊരു കാഴ്ചപ്പാട്. പള്ളിയിടുന്ന വസ്ത്രത്തെക്കുറിച്ച്. പണ്ട് ഒത്തിരി ജോഡികൾ ഇപ്പൊ നിങ്ങൾ അളമാര് തുറന്നു കഴിഞ്ഞാൽ കല്യാണ, ആലുക്കാസ്, ചീമാട്ടി, കോട്ടയത്തോടെ എല്ലാ കടം, എറണാകുളം, ചെന്നൈ സിൽക്ക് തൊട്ടി ഇങ്ങനെ ഇരിക്കുക. പക്ഷെ പള്ളിയിൽ പോണ വസ്ത്രത്തെ കുറിച്ച് ഇപ്പം കടക്കാരി അടുത്ത കാലത്ത് തൊണ്ടി കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്. കൈ വെട്ടിയത് കൊടുക്കും. സൗകര്യം ഉണ്ട്. എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ മതി രസമാണ്. അപ്പൊ അമ്മയ്ക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇത് തയ്ച്ചു ഫാഷൻ ടെക്നോളജി വേണമെന്നുള്ളത് എന്തോ ആയിക്കോട്ടെ. പക്ഷെ പള്ളിയിൽ വരുമ്പോൾ ഒരു കൾച്ചർ. പക്ഷെ മാതാവിനെ കൾച്ചർ ഉണ്ടായിരുന്നു. വിവാഹ വസ്ത്രമൊക്കെ ധരിച്ചു അല്ലേ? പണ്ടൊരു അപ്പച്ചൻ പറഞ്ഞു ഈ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയെ പറ്റി അദ്ദേഹത്തിന്റെ കല്യാണത്തിന്റെ സമയത്ത് ഈ വെയിലിന്റെ അന്നേരം ഈ പെൺകൊച്ചിനെ കാണുന്നതാണ്. ഈ മാർത്തോമാ സഭ പരിശുദ്ധനാക്കുവായിരുന്നു. ആരെ പരിശുദ്ധനാക്കുവായിരുന്നു അറിയാം? സാധു കൊച്ചുകുഞ്ഞു ഉപദേശം. ഇപ്പൊ നമ്മുടെ വീക്ഷണങ്ങളാണ്. സൺഡേ സ്കൂളിൽ വീക്ഷണമാണ്. ചൈൽഡ് ഇവാഞ്ചലൈസേഷൻ വരും, കാറ്റഗറ്റിസം തുടങ്ങുന്ന കാതോലിക്ക പാത്രക്കീസിനെ അടിച്ച്, പാത്രക്കീസ് കാതോലിക്ക അടിച്ച്, തൃക്കുന്നത്ത് സെമിനാറിൽ നമ്മൾ പഠിക്കുന്നു. വിട്ടുകൊടുക്കുകയില്ല. പിന്നെ വഴിയിലെ പ്രയാണങ്ങളിലെ പോകുമ്പോൾ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കേണ്ടതാണ്. വിവാഹ വസ്ത്രത്തെ കുറിച്ചൊന്ന് പഠിപ്പിച്ചേ, പരിശുദ്ധന്മാരെ കുറിച്ചൊന്ന് പഠിപ്പിച്ചേ.
ഈ കൗൺസിലിംഗ് എഫക്റ്റീവായിട്ട് പോകണമെങ്കിൽ ഗ്രൂപ്പ് കൗൺസിലിംഗ് തന്നെ, ഞാൻ അതിനെ ആന്റി ആയിട്ടൊന്നും പറയില്ല, വേണം, മനഃശാസ്ത്രമൊക്കെ വേണം. പക്ഷെ നമ്മളിലെ ചില സംസ്കാരങ്ങളുണ്ടല്ലോ, ഹിന്ദുക്കളാണെങ്കിൽ കാണാൻ പറ്റില്ല, അഗ്നിക്ക് ചുറ്റും ഇങ്ങനെ കരപൂർണ്ണം നടത്തി വലം വെക്കുന്നത് കാണാം. ചിലപ്പോൾ ഞാനിതൊന്നും പറയാനൊക്കില്ല, ഇങ്ങനത്തെ ഈ പ്രാർത്ഥനയൊക്കെ വരുമ്പോൾ വല്ലപ്പോഴും പറയും, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഇതിലെ പ്രോഗ്രാമം എന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുന്നു പറയും. എന്നാ പറയും? മിണ്ടാതിരിക്കുന്നു. ഇപ്പം നമ്മുടെ കാലഘട്ടം ഇപ്പം നമുക്ക് കേട്ടോ ഈ പഠിപ്പിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് കാറ്റഗറ്റിസം കൊടുക്കും, ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് കൊടുക്കണം. തിരുമേനി പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇപ്പം കഴുത്തെ കുറിച്ചിടാൻ തുടങ്ങി. ഇപ്പം ഇന്ന് തിരുമേനി പോയതോടുകൂടി എന്ത് ചെയ്യും? തിരുമേനുണ്ടായിരുന്ന ഒത്തിരി കാലം കുർബാന എന്റെ പൊന്നു തിരുമേനി ആ പള്ളിയിൽ മുഴുവൻ ഞങ്ങൾ കുർബാനക്രമം മേടിച്ച് യാഥാർത്ഥത്തിൽ നിരക്കാതെ നമ്മൾ പറയും. പക്ഷെ നമ്മുടെ മേലിൽ പ്രാർത്ഥിക്കുന്ന ഒരു പിതാവുണ്ട്. അതുകൊണ്ട് നമ്മുടെ കോട്ടയം ഡയസിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടൊക്കെ പോകുന്നുണ്ടെന്നാണ് നമുക്കറിയാം. വിവാഹവസ്ത്രം അറിയാം, മോതിരം വെക്കേണ്ട അടിക്കാം, മിന്നു വെക്കേണ്ട എടുക്കാം. ഒരിടത്തുണ്ട് ഈ മന്ത്രകോടിയിൽ നൂല് വലിച്ചിട്ടാണല്ലോ ഇത് പിരിക്കണ്ടേ. ഒരിടത്ത് ചെന്നപ്പോഴുണ്ടല്ലോ ഈ പിരിയല്ല ഇളകി കിടക്കുക. ഇത് മിന്നിനകത്തേക്ക് ചരട് കയറാൻ മേലെ ആകെപ്പാടെ വെക്കണം. അപ്പൊ അതൊരു കാഴ്ചപ്പാട് നമുക്ക് തലേദിവസം. അതിനാണല്ലോ തലേദിവസം മിക്കവാറും തലേദിവസം ഹോട്ടലിൽ നിന്നാണ് വരുന്നത്. വന്നിട്ട് ഇങ്ങോട്ട് വന്നൊരു സെറ്റപ്പിലേക്ക് വന്നിട്ട് ഒരു ബഹളമാണ്. കെട്ടട ഇവരിങ്ങനെ ഈ വടം എടുത്ത് കെട്ടുന്ന പോലെ. ചിലത് പിന്നെ കെട്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ എറിയുന്ന കെട്ടിയിട്ട് ഇങ്ങനെ എറിയുക. മരീചനെ പിടിക്കുവാൻ വേണ്ടി ലക്ഷ്മണൻ പോയ പോലെ, സീതയോടെ ഇരുന്ന് പറയാം, താമരങ്ങൾ രാമാന്ന് വിളിക്കുന്നത് പോലെ ഈ തരത്തിലുള്ള ഗോഷ്ഠികളാണ്. ഒരു ശവസംസ്കാര കേസോട് ചെന്നു എന്റെ ദൈവം ഈ അടുത്ത കാലത്ത് പേടിച്ചു. കാരണം എന്നാണെന്നറിയോ, ഈ കള്ളുകമ്പനി എല്ലാം കൂടി വന്നിട്ട് ഇത്തെ പിടിക്കുക. എന്നിട്ട് രണ്ടാവും മാറി ഇതിന്റെ ഈ കുളത്തിന്റെ ഇടവഴി ചരടുത്ത് ഒരാളെ ഇന്നിട്ടുണ്ടല്ലോ ഇല്ല പെട്ടിക്കകത്ത് കിടക്കുന്നയാള് ജീവൻ ഉണ്ടായിരുന്നു എഴുന്നേറ്റ് ഹൃദയം പറഞ്ഞു. പിന്നെ ഒരു ഗുണമുണ്ട്. ഇപ്പൊ ഒരു ഗുണേനാണെന്നറിയാം, ഒറ്റ ഒരു സെമിത്തേരിലേക്ക് വരുമായിരുന്നു. നേരെ കണ്ണ് നടക്കുമ്പോൾ ഒരു പാച്ചിലാണ് കിട്ടുന്ന പാക്കറ്റ് ഒക്കെ കഴിച്ചിട്ട്. പക്ഷെ എന്നാലും നമ്മൾ ആ പെട്ടിയൊക്കെ എടുക്കുമ്പോൾ അത് കീഴോട്ടൊന്ന് ഇറക്കുമ്പോൾ കുഴിക്കകത്തോട്ടൊന്ന് വെക്കുമ്പോൾ അന്നേരം ഞങ്ങളിങ്ങനെ അലറിപ്പ കവറിൽ പൂവിടും അതിവീരൻ എന്നുള്ള പാട്ടിങ്ങനെ പാടുക. ഇന്ത്യയുടെ ആക്രോശമുണ്ട്. ഇപ്പം നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടുകളിൽ നഷ്ടപ്പെട്ടു പോകാതെ ഈശോയുമായി പോട്ടെ. ആ കാഴ്ചപ്പാട് തമ്പുരാനെ പറ്റി അമ്മയോർക്ക് അമ്മയ്ക്കുള്ള കാഴ്ചപ്പാടുകളല്ലേ. ഈ നസ്രത്തിൽ പോയി താമസിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞു യെരുശലേമിന്റെ തിരക്കിൽ നിന്ന് മെട്രോ നഗരത്തിൽ നിന്ന് പോവുക, നസ്രത്തിൽ പോയി അടങ്ങി ഒതുങ്ങി താമസിക്കുക. നസ്രായൻ എന്ന പേര് കേൾക്കുക. അമ്മ ഒരിക്കലും ഈ കർത്താവിനെ പറഞ്ഞു, ഈ കർത്താവിനെ ഉദരത്തിൽ വഹിച്ച അന്ന് തൊട്ട് ഈ തമ്പുരാനെ പറ്റി അമ്മ ഉറങ്ങിയിട്ടില്ലെന്നു എന്നും കംപ്ലൈൻസ് കേൾക്കും. ചിലർ പറയും മോനെ നേരെ പോയി വളർത്തിക്കോണം. ഇന്ന് അവൻ എന്നെ കാണിച്ചെന്നറിയോ, അവനാ പള്ളിയിൽ ചെന്നിട്ട് നമ്മുടെ മഹാപുരോഹിതന്മാരുടെ അടുത്ത് രണ്ടു ചോദിച്ചിട്ട് ആ മഹാപുരോഹിതൻ എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചെന്നറിയാവോ? നീ ഇങ്ങനെ ഈ ചെറുക്കനെ വിട്ട് കഴിഞ്ഞാൽ ഇവൻ മഹാത്താന്ന്. ഈ അമ്മയുടെ അടുത്ത് ഇന്നും കംപ്ലൈൻസ് ആണ്. കർത്താവിന്റെ ചെറുപ്പത്തിൽ ഭയങ്കര കുശൃതിയായിരുന്നു. 12 വയസ്സുള്ള പുള്ളി ദേവാലയത്തിൽ നിന്ന് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മഹാപുരോഹിതന്മാരെല്ലാം വെള്ളം ഇറക്കണം. ഇവനാരാണ്? അന്നേരം ചില ഈ ചെറുക്കൻ ഏതാ പറയാ നമ്മളെ യോസേപ്പുണ്ടല്ലോ, ആ തച്ചന്റവനാ. എടാ ഞങ്ങളിവിടെ ഡോക്ടറേറ്റും പോസ്റ്റ് ഡോക്ടറേറ്റും ഒക്കെ എടുത്തിരിക്കുമ്പോൾ ഇവൻ വന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നെന്ന് പറയും. പിന്നെ അങ്ങോട്ട് വളർന്നതിന് ശേഷം 12 വയസ്സിന് ശേഷം കുറച്ചു നാൾ അടങ്ങിക്കൂട്ടി അവിടെ ഇരുന്നവൻ 30 വയസ്സിന് ശേഷം പ്രത്യക്ഷപ്പെട്ടെന്നും പറയുന്നു. പിന്നെ ഒരു ഒറ്റ ദിവസം പോലെ എന്നും അമ്മ അത്താഴം ഒരുക്കി നോക്കിക്കൊണ്ടിരിക്കും. ചെറുക്കനെ കാണാറില്ല, അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. കൂട്ടത്തിൽ കുറെ 12 മുഖവന്മാരെ പോലെ കുറെ പന്മാരെ കിട്ടി. ഇവര് ഭാഗമായിട്ട് ഇങ്ങനെ നടക്കുക. ജനത്തെ പഠിപ്പിക്കും. വിപ്ലവകാരിയാണോന്ന് ചോദിച്ചാൽ അതല്ല, മതനിഷേധിയാണോന്ന് ചോദിച്ചാൽ അതല്ല, പ്രവാചകനാണോന്ന് ചോദിച്ചാൽ അതല്ല. അത് കണ്ടോ ഈ അടുത്ത് പ്രശ്നം കേട്ടോ, മക്കളൊക്കെ മറിയുമായിട്ട് ഈ ചെറുക്കനും കൂട്ടുകാരും സംസാരിക്കുന്നുണ്ട്. എന്നും ആരെക്കുറിച്ച് കംപ്ലൈന്റ് ആയിരുന്നു. മറിയ അവിടെയൊക്കെയും എന്ത് ചെയ്തു? നിലവിളിച്ച് ബഹളം വെച്ച് ചങ്കത്തടിച്ച് മാറത്തടിച്ച് കൗൺസിലിംഗ് സെന്ററിലൊന്നും ആരെ കൊണ്ടുപോയില്ല. മറിയ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബലിപീഠത്തിന് മുമ്പിൽ അത്താഴങ്ങൾ കടക്കുമ്പോൾ പാതിരാത്രിയിലൊക്കെ ഈ കർത്താവ് കയറി വരികയും പോവുകയും ചെയ്യും. ചിലപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ എന്റെ അപ്പന്റെ അടുത്ത് ഇരിക്കേണ്ടതല്ലയോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പറയും കണ്ടോ പറഞ്ഞ പുള്ളിക്ക് ഒരു റെസ്പെക്റ്റും അമ്മയെ കുറിച്ചില്ലെന്ന്. കാനാവിലെ കല്യാണത്തിന് അറിയാൻ പറ്റില്ല, സ്ത്രീ എനിക്ക് നിനക്കും തമ്മിൽ എന്തെന്നില്ല. മറിയം എന്ന നിത്യസ്മരണയ്ക്ക് ഓർക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യം തമ്പുരാനെ പറ്റി അമ്മയുടെ ആ യാഥാർത്ഥ്യത്തിലേക്ക് പോകുമ്പോൾ പാറിയെ ജലതടാകവും യഹൂദ സമുദ്രങ്ങൾ ഓടി ഓർക്കാൻ പിൻവാങ്ങിപ്പോയി. പർവ്വതങ്ങൾ മുട്ടാടുകളെ പോലെ കുന്നുകൾ സമുദ്രമേ നീ ഓടുന്നുണ്ട് പിൻവാങ്ങുന്നു. പർവ്വതങ്ങളെ നിങ്ങൾ മുട്ടാടുകളെ പോലെയും. വീണ്ടും ചേലാമത്തെ ഭൂമിയെ നീ സന്നിധിയിൽ ഭൂമിയെ എന്നാ പറയുന്നത്. ഭൂമിയെ മണ്ണിനും പെണ്ണിനും ഒരു ഗുണമുണ്ട്. എന്നാണെന്നറിയാം, സാവകാശം ചിന്തിച്ചോളൂ. ഫെർട്ടിലിറ്റി എന്ന് പറയും. മണ്ണിന്റെ ഗുണം നഷ്ടപ്പെടുമ്പോഴും പെണ്ണിന്റെ ഗുണം നഷ്ടപ്പെടുമ്പോഴും
തലമുറകളുടെ ഗുണം നഷ്ടപ്പെടും. അതിനായി മണ്ണും പെണ്ണും എന്ന് പറയുന്നത്. ഭൂമിയെ നീ എന്ത് ചെയ്യുക? ഒന്നാമത്തെ ഔവ്വ ഭൂമിയുടെ എല്ലാ ഫെർട്ടിലിറ്റിയെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. രണ്ടാമത്തെ ഔവ്വ വന്നപ്പോൾ റീഗെയിൻ ദ ഫെർട്ടിലിറ്റി, റീഗെയിൻ ദ സ്പിരിച്വാലിറ്റി, റീഗെയിൻ ദ സ്പിരിച്വൽ പവർ എല്ലാം വീണ്ടെടുക്കുക. ഈ മറിയമ്മ കൂടി എന്ത് ചെയ്യുക? ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി ഒരു ഭയങ്കര റിഡംഷൻ തിയോളജി എന്ന് പറയുന്ന ആ തിയോളജി ഭയങ്കര ഒരു വീണ്ടെടുപ്പ് ആരും കൂടി നടത്തി ദൈവം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു മറിയമ്മേ നീ ഭാഗ്യവതി, ഫാമിലി മാരില്ല പാട്ടിനത്തെ മറിയമ്മയെ കുറിച്ചുള്ള പാട്ട് നല്ല രസമാണ്. ഇന്നത്തെ പാട്ട് വേറെ മുക്കാബല എന്നൊക്കെയുള്ള പാട്ടാണ്. മറിയമ്മയെ കുറിച്ച് പാടുന്നവനും പകുതി പോകും, കേൾക്കുന്നവനും പോകും, അനുഷ്ഠിക്കുന്നു. തമ്പുരാനെ പറ്റി അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മുടെ തലങ്ങളെ കുറിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മറിയാമിൻ സ്മരണം വരദായകമാക തൽപ്രാർത്ഥന ഞങ്ങൾ കാൽമാവിനു കോട്ട ദൈവ പ്രസവിത്രീ പരമകാരുണ്യവാനായിരിക്കുന്ന കർത്താവേ, തമ്പുരാനെ പറ്റി അമ്മയുടെ ശൂന്യയുടെ ഈ ദിവസങ്ങളിൽ ശരീരരക്തങ്ങളെ പറ്റി സംബന്ധിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ കൂടാര പെരുന്നാളിന്റെ വലിയൊരു അനുഭവത്തിൽ ഞങ്ങളെ പറ്റി ഒരുക്കുമ്പോൾ തമ്പുരാനെ പറ്റി അമ്മയുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങളുടെ വാർദ്ധക്യത്തിലിരിക്കുന്നവർക്ക് സ്വസ്ഥതയും ദമ്പതിമാർക്ക് അനുഗ്രഹവും യുവതിയുവാക്കന്മാർക്ക് നേർവഴിയും പൈതങ്ങൾക്ക് വളർച്ചയും രോഗികൾക്ക് സൗഖ്യവും സമാധാനമില്ലാത്ത ഭവനങ്ങൾ സമാധാനവും ലഭിക്കുവാൻ തക്കത് മുഖാന്തരമായിരിക്കുകയാണ്. അമ്മയുടെ പ്രാർത്ഥനയാൽ ദേശത്തെയും ലോകത്തെയും രാജ്യങ്ങളെയും തലസ്ഥാനങ്ങളെയും പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും അവിടുന്ന് കാത്തുകൊള്ളണമേ. എല്ലാ തരത്തിലുള്ള കുറവുകളെയും വീഴ്ചകളെയും പരിഹരിക്കുവാൻ തക്കത് കാനൂലെ ഭവനത്തിൽ എഴുന്നള്ളി വരികയും ആ വിരുന്ന ഭവനത്തിലെ ലോകസന്തോഷത്തിലെ കുറവുകൾ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവെ തിരുസാന്നിധ്യത്താൽ മാതാവിന്റെ അപേക്ഷയാൽ അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞു കൊടുത്തതുപോലെ മാതാവിന്റെ മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങൾ എല്ലാവരോടും വിശേഷിച്ച ഇന്ന ദിവസം പ്രാർത്ഥനയ്ക്ക് ഒരുക്കെത്തുന്ന ഈ ഭവനത്തോടും ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരോടും ഭവനത്തിൽ കടന്നു വന്ന എല്ലാവരോടും ഉണ്ടായിരിക്കണമേ. ആയത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെയും മന്ദിരനാമത്തിൽ തന്നെ.
പരിശുദ്ധയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ എല്ലാ ഭവനങ്ങളോടും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും വിശേഷിച്ച പ്രാർത്ഥനയ്ക്കായി ഒരുക്കി തന്ന ഈ ഭവനത്തോടും കടന്നു വന്ന എല്ലാ മക്കളോടുകൂടി ഇനി എപ്പോഴും നീ കൊണ്ടായിരിക്കുമാറാകണമേ.